പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ജീവനെ ഭഗവാൻ പ്രതിപാദിക്കുകയാണ് എന്ന് ഇന്നലെ പറഞ്ഞു. ശരീരവ്യതിരിക്തമായിട്ടുള്ള ചൈതന്യാനുഭവം തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. ഞാൻ ഈ ദേഹമല്ല. ഇത് വാസ്തവത്തില് സെമിറ്റിക് റിലീജിയൻസിൽ പോലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകും, സ്വർഗരാജ്യത്തിലേക്ക് പോകും എന്നൊക്കെ പറയണത് അല്ലേ. നമുക്ക് മാത്രമല്ല, ജീവൻ എന്നുള്ളത് അവര് എക്സ്പ്ലിസിറ്റായിട്ട് അവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അതുണ്ട്. എന്താന്ന് വെച്ചാൽ ശരീരത്തിനെ എവിടെ കുഴിച്ചിടും, അല്ലെങ്കിൽ ശരീരം കത്തിച്ചു കളഞ്ഞാൽ പിന്നെ ആരാ സ്വർഗത്തിലേക്ക് പോണതൊക്കെ. അപ്പോ ഒരു കോൺസെപ്റ്റ് ഓഫ് എക്സിസ്റ്റൻസ്, ശരീരത്തിന് അപ്പുറമുള്ള ഒരു ആശയമെങ്കിലുണ്ട്. ഭഗവാൻ അത് നേരിട്ട് കാണിച്ചു തരാണ്. ശരീരത്തിൽ നിന്നും അന്യമായി ഞാൻ എന്ന അനുഭവത്തിന്റെ സ്വരൂപം, അതിനെ നമ്മൾ അഖണ്ഡ അദ്വയമായ സത്യമായിട്ട് അറിയണതിന് മുമ്പ് അതിനെ മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും അഭിമാനമായിട്ടും ഉള്ളിലുള്ള നമ്മളുടെ ഒക്കെ അനുഭവം, ഈഗോ നമ്മൾ പറയണു അല്ലേ, അഹങ്കാരം, ജീവഭൂത എന്ന് പറഞ്ഞു ഭഗവാൻ ഇന്നലെ. ജീവഭൂത, ജീവനായിട്ട് തോന്നണത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണു അയാൾ പോയി എന്ന് പറയണു. ഉള്ളപ്പോ ശ്രദ്ധിക്കണമില്ല. ഇന്നലെ ഭഗവാൻ പറഞ്ഞു ഉള്ളപ്പോഴും മരിച്ചു കഴിഞ്ഞു പോകുമ്പോഴും ഒക്കെ യോഗികളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാൻവിതം വിമൂഢാഹ നാനുപശ്യന്തി. നമ്മൾ വിമൂഢന്മാരാണ്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ വയ്യാത്തത്. ഉള്ളപ്പോൾ ശ്രദ്ധിക്കണില്ല. മരിച്ചു കഴിഞ്ഞാൽ ഭാര്യാവിഭ്യതി തസ്മിൻ കായേ. ഭാര്യയ്ക്ക് പോലും പേടിയാണ് ആ ശരീരത്തിന്റെ കൂടെ താമസിക്കാൻ. അത് മരിച്ചു കഴിഞ്ഞ് ശരീരം ഒന്നും ചെയ്യില്ല, എങ്കിലും എന്തോ ഒരു പേടിയാണ്. ഇപ്പോ ഈ ആത്മവിചാരം എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഒരാൾ. അതിന് സിമ്പിൾ ആൻസർ എന്താന്ന് വെച്ചാൽ കണ്ണടച്ചിരുന്ന് ചോദിക്കാം, എനിക്കും എന്റെ ശവത്തിനും എന്താ വ്യത്യാസം? എനിക്കും എന്റെ ഡെഡ് ബോഡിക്കും എന്താ വ്യത്യാസം എന്ന് സ്വയമേവ ചോദിക്കാം. ഇപ്പോ തന്നെ ഇത് ഡെഡ് ബോഡി ആയാൽ, ശവമായാൽ അതിലില്ലാത്ത എന്തോ ഒന്നിപ്പോ ഉണ്ട് അല്ലേ? എന്താ? ഞാൻ എന്നുള്ള അനുഭവം. ഞാൻ എന്നുള്ള അനുഭവം. ആ അനുഭവം ശവത്തിനില്ല, ഇപ്പൊ ഉണ്ട്. അതാണ് ശിവം. ആ ശിവം മനസ്സും 5 ഇന്ദ്രിയങ്ങളെയും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. മനഃഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷത്തി. പ്രകൃതി, നേച്ചർ, പ്രകൃതിയുടെ കേന്ദ്രബിന്ദുവായിട്ടിരിക്കുന്നത് ബൈന്ദവസ്ഥാനം എന്നാണ് ശ്രീവിദ്യാ ഉപാസകന്മാര് ഇതിന് പറയാം. ബൈന്ദവസ്ഥാനം എന്ന് പറയും. ബിന്ദു എന്ന് വെച്ചാൽ സെന്റർ. രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, സ്വാമി വാട്ട് ഈസ് യുവർ സെൻട്രൽ ടീച്ചിങ് എന്ന് ചോദിച്ചു. അതിന് ഭഗവാൻ ഉത്തരം പറഞ്ഞു, സെന്റർ ഇറ്റ്സെൽഫ് ഈസ് മൈ സെൻട്രൽ ടീച്ചിങ്. സെന്ററാണ് എന്റെ സെൻട്രൽ ടീച്ചിങ്. നീ സെന്റർ വിട്ടിട്ട് സർക്കംഫറൻസിലൊക്കെ ചുറ്റാണ്. സെന്ററോ പ്രപഞ്ചം മുഴുവൻ അനുഭവിക്കുന്ന സെന്റർ എന്താ? കേന്ദ്രം, ഹൃദയം.
അല്ലേ? അഹം അഹം അഹം, ഞാൻ 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 അനുഭവം. ഹൃദയം தமிழ்ல சொல்றத மையம் அப்படிம்பா, കേന്ദ്രം, സെന്റർ. ആ ഹൃദയസ്ഥാനത്തില് ഉള്ള ഈ അനുഭവത്തിനെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം കൂടെ മനോമയ പ്രാണ ശരീര നേത, മനോമയനായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് സ്വപ്നം കാണുമ്പോ എന്തൊക്കെയോ ഉണ്ടാക്കണം. കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു ഒക്കെ സ്വപ്നത്തിൽ ചെയ്യുന്നുണ്ട്. തപസ് ചെയ്ത തപസ്സിന്റെ ഇഫക്റ്റ് ഈ മനോമയനിലാണ് കാണുക. തപസ് ഫലിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയും? ധ്യാനം ഫലിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയും എന്ന് വെച്ചാൽ, പകൽ സമയത്ത് മുഴുവൻ ശിവനെ ധ്യാനിച്ചു, രാത്രി സ്വപ്നത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട നിങ്ങളുടെ തപസ് ഫലിച്ചു എന്നർത്ഥം. Something which you do in the waking state has a very deep impact in the dream state. അതുവരയ്ക്കും കൊണ്ടുപോയാൽ മനോമയനായിട്ട് തീർന്നു. കർമ്മം മനോമയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് സൂക്ഷ്മ ശരീര പര്യന്തം അത് എത്തണം അല്ലേ? ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഒരിടത്ത് പറയണ്ട്, ജാഗ്രതത്തിൽ മുഴുവൻ വേദാന്ത വിചാരം ചെയ്ത് സർവം ഖലുവിദം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ, ഈ മഹാവാക്യങ്ങളൊക്കെ വിചാരം ചെയ്തു എല്ലാം ആത്മസ്വരൂപമാണെന്നുള്ള അനുസന്ധാനം ദൃഢമായ സ്വപ്നത്തിലും അതുണ്ടാവുന്നു. അപ്പൊ തപോനിഷ്ഠന്റെ മനോമണ്ഡലം തപോമയമാവണം. അതാണ് അയാളുടെ ഇന്നലെ പറഞ്ഞ രീതിയിൽ സാക്ഷാത്കൃത ശരീരം എന്ന് പറഞ്ഞു. അത് വളരെ പവർഫുള്ളാണ്. അതാണ് ദീക്ഷ കൊടുക്കുന്നതും അതിന്റെ സ്വാധീന ശക്തിയാണ് നമ്മൾ കാണുന്നതുമൊക്കെ തപസ്വികളിൽ. അതേപോലെ തന്നെ ലൗകികന്മാരിലും വളരെ പ്രബലമായ കോപം, കാമം, അസൂയ ഒക്കെ ഈ മണ്ഡലത്തിലുള്ളതാണ്. ഫിസിക്കൽ ഫാക്ടിനേക്കാളും ഫാക്ച്വൽ ആയിട്ടുള്ളതാണത്. അത് നമ്മളെ ബാധിക്കും. അത് തന്നെയാണ് ഭഗവാൻ ഇന്നലെ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാല് പ്രാണനെ ആശ്രയിച്ചും കൊണ്ട് ശരീരം വിട്ട് ഇറങ്ങിപ്പോണത്. ഉത്ക്രാമന്തം ശരീരം യഥവാപ്നോതി യച്ഛാപി ഉത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. പുഷ്പത്തിന്റെ സുഗന്ധം എടുത്തുകൊണ്ട് കാറ്റ് പോകുന്ന പോലെ ഈ ശരീരത്തിലുള്ള വാസനകളെയും ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശങ്ങളെയും അഭിമാനാംശങ്ങളെയും, ഇന്നലെ പറഞ്ഞ കാര്യം നല്ലവണ്ണം ഓർമ്മ വെച്ചോളാം. കണ്ണ് എന്ന് പറയുന്ന ഒരു ഔട്ടർ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ചെവി എന്ന് പറയുന്ന ഒരു ബാഹ്യേന്ദ്രിയുണ്ട്, മൂക്ക് എന്ന് പറയുന്ന ഒരു ബാഹ്യേന്ദ്രിയുണ്ട്, നാവ് എന്ന് പറയുന്ന ഒരു ബാഹ്യേന്ദ്രിയുണ്ട്, ത്വക്ക് എന്ന് പറയുന്ന ഒരു ബാഹ്യേന്ദ്രിയുണ്ട്. ഇതല്ലാതെ മനോമണ്ഡലത്തിൽ കണ്ണുണ്ട്, മനോമണ്ഡലത്തിൽ ചെവിയുണ്ട്, മനോമണ്ഡലത്തിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വപ്നത്തില് ഈ കണ്ണില്ലാതെ തന്നെ കാണും, സ്വപ്നത്തിൽ ഈ ചെവിയില്ലാതെ തന്നെ കേൾക്കും, സ്വപ്നത്തിൽ ഈ മൂക്കില്ലാതെ തന്നെ മണക്കും അല്ലേ? സ്വപ്നത്തിൽ ഈ ഇന്ദ്രിയങ്ങളൊന്നും വേണ്ട, സ്വയമേവ മനസ്സ് പശ്യതി, ശൃണോതി, ജിഘ്രതി, സ്പൃശതി, എല്ലാം ചെയ്യണം മനസ്സ്. ആ മനോമണ്ഡലത്തിൽ നിൽക്കുന്ന ഇന്ദ്രിയങ്ങളാണ് വാസ്തവത്തിൽ സ്ഥൂലമണ്ഡലത്തിലേക്ക് വരുന്നത്. ഈ ജീവൻ ഗർഭം ധരിച്ചു കഴിയുമ്പോൾ ഗർഭപാത്രത്തില് ആദ്യമായിട്ടുണ്ടാവുന്നത് ഒരു വെറും ബിന്ദുവാണ്. ഭാഗവതത്തിലൊക്കെ പറയണ്ട, ഏകരാത്രേണത്തു കലലം തു ഏകരാത്രേണ ദ്വിരാത്രേണ തു ബുദ്ബുദം ത്രിരാത്രേണ ച കർക്കന്ധു അല്ലേ? ഈ ഫസ്റ്റ് കൺസീവ് ആയി കഴിയുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന രൂപം നമുക്ക് മെഡിക്കൽ സയൻസില് ഫസ്റ്റ് ഫോം പറയാൻ പറ്റുമോ? ആദ്യത്തെ ദിവസം ഇതുവരെയ്ക്ക് പോയോ? ഡോക്ടർ പറയണം.
ആദ്യത്തെ, അതായത് വെരി ഫസ്റ്റ് ഡേ, അത് ദ സ്മോളസ്റ്റ് ഫോം. അതിന്റെ ഏകകോശമേ ഉണ്ടാവുള്ളൂ എന്നാ തോന്നണത്, ഒരൊറ്റ സെല്ല്. അതിന്നാണ് ഇത്രയും വലിയ ശരീരം നമ്മളുടെ ഉണ്ടായിരിക്കണത്. കലലം തു ഏകരാത്രേണ്. പിന്നെയാണ് അത്. നോക്കൂ, അപ്പൊ തന്നെ ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാവണം. അപ്പോ experience of I is full even when your body is only a single cell. ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന് ശരീരമേ വേണ്ട അല്ലേ? ഇപ്പൊ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടാക്കിയ ഞാൻ എന്നുള്ള അനുഭവത്തിന് ഉണ്ട് എന്നുള്ള അനുഭവം ശരീരത്തിന്റെ അനുഭവമാണോ അത്? അത് സ്വതന്ത്രമായ സെൽഫ് എക്സ്പ്രഷൻ ഓഫ് കോൺഷ്യസ്നസ്. അത് ശരീരമേ വേണ്ട അല്ലേ? ശരീരത്തിനെ നമുക്ക് ഓർക്കാൻ പോലും പറ്റണില്ല. നിങ്ങളെ എനിക്ക് ഓർക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ശരീരമില്ലാതെ പറ്റില്ല. നിങ്ങളുടെ ഈ ഫോം, ഈ രൂപമില്ലാതെ എനിക്ക് നിങ്ങളെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ ഓർക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ ഓർക്കാൻ നിങ്ങളുടെ ശരീരം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇമേജ് വരുമോ? മേനക്കെട്ടാ പോലും വരില്ല അല്ലേ? എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അവയർനെസ്സിൽ, അവബോധത്തിൽ ഉണ്ടാവാനേ പറ്റില്ല. അപ്പൊ ഈ അനുഭവം ആ കലലമായിട്ടിരിക്കുമ്പോ തന്നെ ഉണ്ടാവണത്. പിന്നെ പതുക്കെ പതുക്കെ ബുദ്ബുദം എന്ന് വെച്ചാൽ കുമിള അല്ലേ? ഒരു വെള്ളത്തിലെ കുമിള പോലെ, പിന്നെ ഒരു പഴം പോലെ, പിന്നെ പതുക്കെ പതുക്കെ കയ്യ്, കാല്, ഇതൊക്കെ എവിടുന്ന് വരണമെന്ന് വെച്ചാൽ ഉള്ളിന്ന് തന്റെ ഇപ്പൊ സ്വപ്ന മണ്ഡലത്തിൽ കണ്ണ് ചെവിയൊക്കെ ഉണ്ടല്ലോ, ആ സ്വപ്ന മണ്ഡലത്തിലുള്ള കണ്ണും ചെവിയൊക്കെയാണ് ശരീരത്തിലേക്ക് വരുന്നത്. അത് കയ്യും കാലും ഉള്ള ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും കയ്യിലും കാലിലും അഭിമാനത്തിലൊരു കയ്യ്, അഭിമാനത്തിലൊരു കാല്, അഭിമാനത്തിലൊരു കണ്ണ്, മൂക്കൊക്കെ ഉണ്ട്. അത് എക്സ്പ്രസ് ആവില്ല. അതുകൊണ്ടാണ് കുട്ടി നോക്കാൻ തുടങ്ങിയിട്ടില്ല, കുട്ടി നടക്കാൻ തുടങ്ങിയിട്ടില്ല, കുട്ടി കേൾക്കാൻ തുടങ്ങിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയണത്. ആ അഭിമാനം ആ കണ്ണിലൂടെ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് കുട്ടി ഇങ്ങനെ നോക്കുക. പതുക്കെ കൈ എടുത്ത് ഉപയോഗിച്ച് തുടങ്ങും, പതുക്കെ എഴുന്നേറ്റ് നിൽക്കും, ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്തേക്ക് വിടും. വിജൃംഭണ, പ്രൊജക്ഷൻ, ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് അങ്ങോട്ട് വിടും. അപ്പോ എഴുന്നേറ്റ് നിൽക്കും, കൈ ഉപയോഗിക്കും. ആദാനം, ഗമനം, വചനം, മലവിസർജനം, ആനന്ദ, ശബ്ദ, സ്പർശ, രൂപരസഗന്ധ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ ശബ്ദ, സ്പർശ, രൂപരസഗന്ധാദി ജ്ഞാനേന്ദ്രിയങ്ങളും, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്ന കർമ്മേന്ദ്രിയങ്ങളും, ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഞാൻ എന്ന് പറയുന്ന ഒരു അനുഭവം. ഇതാണ് നമ്മള് ഇതില് ഞാൻ എന്ന് പറയുന്ന അനുഭവത്തോടെ ഇരിക്കണ ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, നിശ്ചലമായ നമ്മുടെ സ്വരൂപമല്ല, ആ മൂവ്മെന്റ്, ചലനം, അഹം അഹം അല്ലേ? ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞാൽ എന്നെ പറഞ്ഞു എന്ന് തോന്നില്ലേ? ആരെങ്കിലുമൊക്കെ പുകഴ്ത്തിയ എന്തൊരു സന്തോഷ വരണ അല്ലേ? ചിജ്ജടഗ്രന്ഥി എന്ന് പറയണത് ഒരു കഥയുണ്ട്. ഒരു ശില്പി ചിത്രഗുപ്തനെ ഉപാസിച്ചു. അപ്പോ ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അദ്ദേഹം. അദ്ദേഹം ആരുടെ അക്കൗണ്ടന്റ് ആണെന്ന് വെച്ചാൽ യമന്റെ. നമ്മളുടെ എല്ലാം കണക്ക് ഒക്കെ അക്കൗണ്ടൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാ ഉള്ളത്. അപ്പൊ ചിത്രഗുപ്തനെ ഉപാസിച്ചു. അപ്പൊ ചിത്രഗുപ്തൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു ശില്പിയോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ശില്പി പറഞ്ഞു, എനിക്ക് മരിക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. ചിത്രഗുപ്തൻ പറഞ്ഞു, അത് വഴിയൊന്നുമില്ല, എല്ലാവരും മരിച്ചാവണം, യമലോകത്തിലേക്ക് വന്നാവണം,
ഇയാള് പറഞ്ഞു, ഏത് ദിവസമാണ് യമൻ എന്നെ പിടിക്കാൻ ആളെ അയക്കാന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരുമോ? കറക്റ്റ് ഡേറ്റ് ഒക്കെ കുറിച്ചു കൊടുത്തു. അവരുടെ രജിസ്റ്ററിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ശില്പി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തന്നെ പോലെ തന്നെ തന്റെ ശരീരത്തിലെ എന്തൊക്കെ ചുളിവുകളും ഇതൊക്കെ ഉണ്ടാവോ അതേപോലെ ഒരു മാറ്റവും കൂടാത്ത കുറെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത്രേ. കണ്ട ഒരാൾക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ആ മരിക്കണ സമയത്ത് യമദൂതന്മാര് പിടിക്കാൻ വരുന്ന സമയത്ത് ഇതൊക്കെ കൂടെ ഒരു 10-50 വരിയായിട്ട് വെച്ച് അതിന്റെ നടുക്ക് കയറിയിരുന്നു. ശരിക്കും യമദൂതന്മാര് വന്ന് കണ്ടിട്ട് കൺഫ്യൂസായി. അപ്പോ അവര് ഉടനെ യമനോട് പറഞ്ഞു, ഒരു വകുപ്പ് കാണാനില്ല അപ്പൊ പിടിക്കാൻ, ഇതൊരു 50 പേര് ഒരേപോലെ ഇരിക്കണമെന്ന് പറഞ്ഞു. അയാളെ കണ്ടുപിടിക്കാൻ പറ്റണില്ല, അനങ്ങാതെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ യമൻ വന്നു. യമൻ തന്നെ വന്നിട്ട് നോക്കി. അപ്പൊ യമൻ പറഞ്ഞു, എങ്ങനെയപ്പോ കണ്ടുപിടിക്കുക, ഇതിന്റെ ഇടയിൽ ഏതോ ഒന്നാണ്. അപ്പൊ യമൻ പറഞ്ഞു, ഇതുപോലെ ഒരു ശില്പി ഇതുവരെ ലോകത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. എന്തു ഭംഗിയായിട്ടാ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത്തരത്തിലൊരു കരകൗശലം ഞാൻ എത്ര ആളുകളുടെ ജീവൻ കൊണ്ടുപോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു കരകൗശലം കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ സ്തുതിച്ചപ്പോ ഈ 50-ൽ ഒന്ന് മാത്രം മുഖം അങ്ങനെ വിരിഞ്ഞു. സന്തോഷം കൊണ്ട് അങ്ങനെ വിരിഞ്ഞു അത്രയും. അപ്പൊ കയറങ്ങട് കേട്ടോ. അപ്പോ നോക്കൂ, നമ്മൾക്ക് ജനിക്കാനും മരിക്കാനും ജീവിക്കാനും ഒക്കെ കാരണം ഈ മൂവ്മെന്റാണ്, ഈ ചലനം. ഇതാണ് ജീവചലനം എന്ന് പറയുന്നത്. യശ്ചരതി അന്തശ്ചരതി ഭൂതേഷു. ഈ ചലനം ഇതാണ് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോണതും ഒക്കെ. ഇതിനെയാണ് ധ്യാനസ്ഥിതിയില് ഗ്രഹിക്കുന്നത്. ഈ ഞാൻ എന്താണ്, ഞാൻ എന്ന് പറയുന്ന തോന്നുന്ന ഈ മൂവ്മെന്റ്, ഈ ചലനം, അതിന്റെ സ്വരൂപം എന്താണ്? ഈ സന്തോഷിക്കുന്നത് ആരാ? ഈ കോപം വരുന്നത് ആർക്കാണ്? ഈ അസൂയ വരുന്നത് ആർക്കാണ്? ഈ ഡിപ്രഷൻ വരുന്നത് ആർക്കാണ്? എനിക്ക് 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 ഞാൻ ഞാൻ. യതന്തോ യോഗിനശ്ചൈനം പശ്യന്തി. ഭഗവാൻ ഇന്നലെ പറഞ്ഞു, കുറെ അനുസന്ധാനം ധ്യാനം ചെയ്യുന്ന യോഗികള് വ്യക്തമായിട്ട് ഈ മൂവ്മെന്റിനെ കാണുന്ന ഞാൻ 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 എന്നുള്ള ഈ ചലനത്തിനെ, ഓരോ വൃത്തികളുടെ രൂപത്തിലും പൊന്തുന്ന അഹങ്കാരത്തിന്റെ ഈ മൂവ്മെന്റിനെ കാണും. അല്ലേ? ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുമ്പോ എന്നെ പറഞ്ഞു, എന്നെ 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 ഞാൻ, ആ സ്പന്ദനം ഉണ്ടല്ലോ, അതിനെ നല്ല യോഗികൾ, അന്തർമുഖന്മാരായിട്ടുള്ള യോഗികള് കാണുന്നു. അതാണ് ജ്ഞാനചക്ഷുസ്. ജ്ഞാനചക്ഷുസ് എന്ന് വെച്ചാൽ സാക്ഷിഭാവാണ്. ഉള്ളില് സാക്ഷിയായിരുന്ന മനസ്സിന്റെ ചലനം, മനസ്സിന്റെ നാരായ പേരായിട്ടുള്ള അഹങ്കാരം ഉണ്ടല്ലോ, അഭിമാനം, ആ അഭിമാനത്തിന്റെ മൂവ്മെന്റ്, ചലനത്തിനെ ഈ മൈക്ക് കാണാൻ പറ്റണ പോലെ കാണുക. ഒരു കോപം വരികയാണെങ്കിൽ ആ കോപത്തിനെ ഒരു വസ്തു പോലെ കാണുക. ചിലപ്പോഴൊക്കെ നമ്മൾ കാണും, എന്നെ ഒന്നും പറയണ്ട, എനിക്ക് ദേഷ്യം വരണ്ട് എന്ന് പറയും. അപ്പോ കാണണ്ട, ഓരോ ഇമോഷൻ, ഓരോ വികാരവും ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വസ്തുവായിട്ട്, ഒരു പ്രത്യേക വസ്തുവായിട്ട് കാണുക. അതാണ് യോഗിയുടെ ലക്ഷണം. അതാണ് ധ്യാനം. ചിത്തവൃത്തികളെ കാണുകയാണ്. ഒരു ചിത്തവൃത്തി പൊന്തുമ്പോ തന്നെ കാണുകയാണ്. അതിനും അപ്പുറം പോയിട്ട് ഈ ചിത്തവൃത്തിക്ക് മൂലമായിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന അഭിമാനം, അഭിമാനവൃത്തി, അഹംവൃത്തി ഉണ്ടല്ലോ, ഈ അഹംവൃത്തിയുടെ സ്വരൂപത്തിന്, അതിന്റെ ചലനത്തിന്, അസ്മിത, അതിനെ ധ്യാനനിഷ്ഠന്മാരായ യോഗികള് നല്ലവണ്ണം കാണണു എന്ന് ഭഗവാൻ പറഞ്ഞു. യതന്തോ യോഗിനശ്ചൈനം പശ്യന്തി. അതിനെ മാത്രമാണോ കാണുന്നത്? അല്ല, അതിനപ്പുറം പോയി ഈ അഭിമാനം എവിടെ ഉദിച്ച് എവിടെ അസ്തമിക്കണമോ അവിടെയുള്ള നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ ചൈതന്യത്തിനെ, ബോധത്തിനെ, സോഹമസ്മി, അതാണ് എന്റെ സ്വരൂപം, ആത്മാവാണ് ഞാൻ എന്ന അനുഭവ ചക്ഷുസ് കൊണ്ട് യോഗികള് കാണും.
അങ്ങനെ തന്റെ സ്വരൂപത്തിനെ ചൈതന്യമാത്രമായിട്ട്, ഈ ശരീരം ഞാനല്ല, മനസ്സോ ബുദ്ധിയോ ഒന്നും ഞാനല്ല, ശുദ്ധമായ ചൈതന്യമാണ് ഞാൻ, ബോധമാണ് ഞാൻ എന്ന് തന്റെ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിഞ്ഞാല് പ്രപഞ്ചത്തില് എവിടെയൊക്കെ ഉദ്ദീപ്തി ഉണ്ടോ, തേജസ്സുണ്ടോ, അതൊക്കെ തന്നെ ഈ ആത്മാവിന്റെ ആണ്, ചൈതന്യത്തിന്റെ ആണെന്ന് അറിയും. എല്ലാം അതാണെങ്കിലും വിശേഷമായിട്ട് അത് പ്രകാശിക്കണത്, അതാണ് വിഭൂതി എന്ന് പറയണത് അല്ലേ. എവിടെയൊക്കെ ദിവ്യത്വം കാണണുണ്ടോ, ഇതൊന്ന് അംഗീകരിക്കേണ്ടിയിരിക്കണം. എല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാലും മഹാപുരുഷന്മാരിൽ പ്രത്യേകം പ്രകാശിക്കണം. പ്രകൃതിയില് ശുദ്ധമായ രൂപത്തിലിരിക്കുന്ന സ്ഥലത്ത് ആ ദിവ്യത്വം കാണാൻ എളുപ്പമാണ്. മല, കാട്, സമുദ്രം, ആകാശം അല്ലേ, നിർമ്മലമായി പ്രകൃതി കളങ്കപ്പെടാതിരിക്കുമ്പോ അതൊക്കെ ധ്യാനം മനസ്സിനെ അന്തർമുഖമാക്കാൻ എളുപ്പമുള്ള വിഭൂതികളാണ്. സൂര്യൻ ഉദിക്കുമ്പോ ആ സൂര്യനിൽ വരുന്ന തേജസ്, ഹിരണ്മയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ശ്രുതി പറയണത് സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചുകൊണ്ടാണ് വരുന്നത്. ആ സൂര്യനെ പ്രത്യക്ഷ ദേവതയായിട്ട് ഉപാസിക്കുക, അതാണല്ലോ ബ്രാഹ്മണരുടെ ഗായത്രി ഉപാസന എന്ന് പറയുന്നത് സൂര്യോപാസനയാണ്. സൂര്യഗായത്രി എന്ന് തന്നെ ഈ സവിതൃ ദേവതാമന്ത്രത്തിന് പേരുണ്ട്. സൂര്യനെയാണ് ഉപാസിക്കുന്നത്. പക്ഷേ സൂര്യനെ ഉപാസിച്ച് അവസാനം സൂര്യഭഗവാനോട് പറയാണ്, നീ അവിടെ നിന്നാ പോരാന്ന്. എത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. നീ പുറത്തു നിൽക്കണ ഈ രൂപമല്ല, നീ വേറെയല്ല, ഞാൻ വേറെയല്ല. എന്റെ ഉള്ളിൽ ഏതൊന്ന് പ്രകാശിക്കണോ അതാണ് എന്റെ ഉള്ളില് ഞാൻ എന്ന് പറയുന്ന അനുഭവരൂപമായിട്ടിരിക്കുന്നത്. നമ്മൾ രണ്ടുപേർക്കും തമ്മിൽ വ്യത്യാസമേ ഇല്ല. സോഹമസ്മി. അപ്പൊ സൂര്യനിൽ പ്രകാശിക്കണ തേജസ് ഉണ്ടല്ലോ, അത് ആത്മപ്രകാശമാണ്. ചന്ദ്രനിൽ പ്രകാശിക്കണ തേജസ് ഉണ്ടല്ലോ, അത് ആത്മപ്രകാശമാണ്. യോഗികൾ ഇങ്ങനെയൊക്കെയാണ് ധ്യാനിക്കുക. നല്ല പൗർണമിയൊക്കെ കണ്ടിട്ടുണ്ടോ? ചിലരോട് ചോദിക്കേണ്ടിയിരിക്കണം. എന്താന്ന് വെച്ചാൽ ടി വി കണ്ട് പൗർണമിയും സൂര്യനും ചന്ദ്രനും ഉദയവും അസ്തമനവും ഒക്കെ ടി വിയിലാണ് കാണുന്നത്. ആ തുഷാരകര ബിംബാക്ഷമായിട്ടുള്ള ആകാശം, പൗർണമി ദിവസമുള്ള രജത വർണ്ണത്തിലുള്ള ആകാശം, ഓഷധി വനസ്പതികളൊക്കെ പുഷ്ടിയാവണത് ഈ പൗർണമിയിലുള്ള ചന്ദ്രന്റെ വെളിച്ചം തട്ടിയിട്ടാണ്. இந்த சித்ரா பௌர்ணமிக்கெல்லாம் நிலாச்சோறு சாப்பிடுறது, சாதம் சாப்பிடுறது, நிலாவில் வச்சு சாப்பிடுறதும்பாளே, அதெல்லாம் எப்படின்னாக்கா ஓஷதி வனஸ்பதிகள் எல்லாமே சந்திரனோட பிரகாசத்தினாலதான் புஷ்டியா இருக்கு. அந்த சந்திரனோட அந்த பௌர்ணமி பிரகாசம் இருக்கும் இல்லையோ, அது மனசையும் சாந்தம் பண்ணும். ஏன்னா மைண்டும் சந்திரனும் ரொம்ப சம்பந்தப்பட்டிருக்கு. லூனார் அப்படின்னா சந்திரன் அர்த்தம், லூனாட்டிக் அப்படின்னா பைத்தியம்னு அர்த்தம். ചിലർക്ക് ദേഷ്യം വരും ഇല്ലേ? 14 ദിവസം കൂടുമ്പോൾ ദേഷ്യം കൂടും. ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാം. എന്താ പതിപ്പ് ഈ ചിലപ്പോൾ അമാവാസ എടുത്തിട്ടുണ്ടാവും. അതിന് ഭ്രാന്ത് വേണമെന്നൊന്നുമില്ല. സാധാരണ ആളുകൾക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഓൺ വേരിയസ് ഡിഗ്രീസ് വി ആർ ഇൻസെയിൻ. മനസ്സുണ്ടോ നമ്മൾ കുറച്ചൊക്കെ വട്ടന്മാരാണ്. ഭ്രാന്തുണ്ട് നമുക്ക്. മനസ്സുള്ളവരെ ചന്ദ്രന്റെ ഇൻഫ്ലുവൻസ് നമ്മളുടെ മേലെ ഉണ്ടാവും. കടല് പൊന്തല്ലേ, അതേപോലെ ഉള്ളിലും ഒക്കെ എഫക്റ്റ് ഉണ്ട്.
അതുകൊണ്ട് പൗർണമി ദിവസം പൗർണമി ചന്ദ്രനെ നോക്കി ധ്യാനിക്കുക എന്നുള്ളതൊക്കെ അനുഷ്ഠാനമാണ്. ആ പൗർണമിയിലുള്ള ചന്ദ്രബിംബത്തില് ശ്രീവിദ്യാസമ്പ്രദായത്തില് ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ട് പൗർണമി ചന്ദ്രനില് ദേവിയെ ധ്യാനിക്കുക എന്നുള്ളത് ഒരു സമ്പ്രദായമാണ്. காஞ்சி பெரியவா அதெல்லாம் அனுஷ்டானம் பண்ணியே காட்டியிருக்கா. பெரியவா இது பௌர்ணமி சந்திரனை லலிதா சஹஸ்ரநாமம் ஜபிக்கிறதுங்கிற சம்பிரதாயமாவே வச்சுட்டு இருந்தான்னு சொல்லுவா. இதெல்லாமே நம்ம நேச்சுரலா நம்ம சம்பிரதாயத்திலேயே நிறைய இருந்திருக்கு, எல்லாம் கோட்டை விட்டுட்டோம். പൗർണമി ആ ചന്ദ്രന്റെ പ്രകാശം ഉണ്ടല്ലോ, അത് നമ്മളുടെ ഉള്ളിലുള്ള ശീതളത്തെയാണ് എന്ന് ഭാവന ചെയ്ത് അഭേദമായിട്ട് ധ്യാനിക്കണം. ഈ ശുഭ്രമായ ഈ രജതപ്രകാശം ആത്മാവിന്റെ പ്രകാശമാണ്. ആ ചന്ദ്രൻ ഞാൻ തന്നെയാണ് ധ്യാനിക്കണം. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യൻ ഞാൻ തന്നെയാണ്, സോഹമസ്മി, അത് തന്നെ എന്റെ സ്വരൂപമാണ് എന്ന് ധ്യാനിക്കണം. എന്റെ സ്വരൂപം എന്ന് വെച്ചാൽ വാസ്തവം സ്വരൂപം അല്ലെ, ആത്മസ്വരൂപമാണ് എന്ന് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുമ്പോ ഇതൊക്കെ ധ്യാനത്തിന് പുഷ്ടി തരുന്നതാണ്. ഇങ്ങനെ എന്തൊക്കെ തേജോമയമായിട്ടുണ്ടോ അതൊക്കെ ഭഗവാൻ പറഞ്ഞു, അതൊക്കെ എന്റെ തേജസ്സാണ്. അടുത്ത ശ്ലോകം നോക്കൂ. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചോഷധീ സർവാം സോമോ ഭൂത്വാ രസാത്മകഃ. ഭൂമിയില് പ്രവേശിച്ച് ആവശ്യ പൃഥ്വിത്വം ഭഗവാൻ പറയണത് എന്റെ ആണ് ഹേ അർജുന. ഇതൊക്കെ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഭൂമിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഗന്ധമാണ്, മണം. നല്ല മഴ പെയ്താ ആ മണ്ണിനൊരു മണം വരും. അതൊക്കെ ദിവ്യമാണ്. അതൊക്കെ എല്ലായിടത്തും സിമെന്റ് ആവുമ്പോ ഈ മണമൊന്നും അറിയില്ല. നല്ല കാട്ടിൽ മഴ പെയ്യണം. മഴ പെയ്തിട്ട് ആ മണ്ണിൽ നിന്നും ഒരു ഗന്ധം വരും. തത്ര ഗന്ധവതി പൃഥ്വി. ആ ഗന്ധം ഉണ്ടല്ലോ, ഭഗവാൻ പറയണത് എന്റെ സ്വരൂപമാണ് അർജുന. ആ ഗന്ധം വരുമ്പോ ധ്യാനം ഉണ്ടാവും, സമാധി ഉണ്ടാവും. അതുമാത്രമല്ല, ഭൂമിയിൽ പ്രവേശിച്ച് ഭഗവാൻ തന്റെ കാമരാഗ വിവർജിതമായ ബലം, ആ ബലം ഭൂമിയുടെ ഉള്ളിൽ പ്രവേശിച്ച് ഭൂമിയിലെ ഗുരുത്വാകർഷണ ശക്തിയുടെ രൂപത്തിൽ ഇരിക്കണം. അതിന് ഓഷധി സസ്യങ്ങൾ വനസ്പതികളൊക്കെ ഉണ്ടാവാൻ കാരണമായിട്ടിരിക്കണം. ഒരു ബീജമെടുത്ത് മണ്ണിൽ കുഴിച്ചിട്ട അതിനകത്തുനിന്ന് വളർന്നു വന്നു അല്ലേ? അതൊരു വെറുതെ ഒരു ബോക്സിലിട്ട എന്തേ വളരാത്ത? പൃഥ്വി വേണം. അതിന് പുഷ്ണാമി ഓഷധി വനസ്പതികള് പൃഥ്വിയാണ്. പൃഥ്വി തന്നെയാണ് ഓഷധി വനസ്പതികളായിട്ട് മാറുന്നത്. അപ്പൊ അതിനകത്ത് ഓജോ രൂപത്തിൽ ഇരുന്നു കൊണ്ട് പൃഥ്വിയെ ഹേ അർജുന ഞാൻ പോഷിപ്പിക്കുന്നു. ഓഷധി വനസ്പതികളെ ചന്ദ്രന്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് പോഷിപ്പിക്കണം. രസാത്മകമാണ്. ചന്ദ്രനില് രസമുണ്ട്. ആ രസത്തില് ഇരുന്ന് ചന്ദ്രന്റെ രൂപത്തിലിരുന്ന് സ്വാത്മരസാനുപ്രവേശേന പുഷ്ണാമി. അതിനെ ടോണിക് എന്ന് പറയുന്നില്ലേ നമ്മളെ അല്ലേ? പോഷകം. അതില് ഭഗവാൻ പ്രവേശിച്ചു, ആത്മചൈതന്യം പ്രവേശിച്ചു, അതിനെ പോഷിപ്പിക്കണം. അതുമാത്രമല്ല, നമ്മളില്
8:45 വരെ പ്രഭാഷണം നീണ്ടുപോയാൽ ഇവിടുന്ന് ചില ശബ്ദമൊക്കെ ഉണ്ടാവും അല്ലേ? ഗൂഡ്സ് വണ്ടി ഓടിക്കണ പോലെ വിശപ്പ് അല്ലേ? അത് വൈശ്വാനര രൂപത്തിലുള്ള അഗ്നിയുടെ പ്രവേശമാണ്. വൈശ്വാനരം. അടുത്ത ശ്ലോകം നോക്കൂ. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തോ പചാമ്യന്നം ചതുർവിധം. അഹം വൈശ്വാനരോ ഭൂത്വ, ഞാൻ വൈശ്വാനരനായിട്ട് പ്രവേശിച്ചിട്ട്, ഈ ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ട്, പ്രാണികളുടെ ദേഹത്തിൽ പ്രവേശിച്ചിട്ട് പ്രാണനെയും അപാനനെയും കൂട്ടുപിടിക്കണം. പ്രാണൻ ഉള്ളിലേക്ക് കൊണ്ടുപോകും. സമീകരണവായു അതിനകത്ത് കുറെയൊക്കെ ജീർണിപ്പിക്കും. 5 വായുവാണ്: പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഈ 5 വായു 5 കാര്യം ചെയ്യും. ഹൃദിപ്രാണോ ഗുദേപാന സമാനോ നാഭിമണ്ഡലേ ഉദാന കണ്ഠദേശസ്ഥ വ്യാന സർവശരീരക. ഹാർട്ട്, ഈ ഹൃദയം മിടിക്കുന്നതും രക്തചംക്രമണം ചെയ്യുന്നതുമൊക്കെ പ്രാണൻ. പുറമേക്ക് വിസർജനം ചെയ്യുന്നത് അപാനൻ. അപാനൻ ശരിക്കും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നേരം വെളിച്ചായ വയറ് തടവിക്കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അപാനവായുവിന്റെ അനുഗ്രഹമില്ല. ഉദാനൻ കണ്ഠത്തിലാണ്, മേലേക്ക് ഏമ്പക്കം വരിക, അവസാനമാവുമ്പോ ഈ ജീവനെ കൊണ്ടുപോവുക. അതൊക്കെ ഉദാനന്റെ പണിയാണ്. സമാനൻ വയറ്, നാഭിയില്. വ്യാനൻ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പ്രാണവായുവാണ്. അപ്പോ ഇതൊക്കെ ഒരേ വായു തന്നെ, ഒരേ എനർജി, ഒരേ വൈറ്റൽ എനർജി തന്നെ. ഇതൊക്കെ ഇതിന്റെ ഒക്കെ രൂപത്തില് ദേഹത്തിനെ ആശ്രയിച്ച് അന്നത്തിനെ ഞാൻ പചനം ചെയ്യണു എന്ന് ഭഗവാൻ പറയാം. അന്നത്തിനെ ഈ പുറമേക്കുള്ള കുക്കിംഗ് പോരാ, ഉള്ളിലൊരു കുക്കിംഗ് നടക്കണ്ടല്ലോ അല്ലേ? അത് ജീർണിപ്പിച്ച് ഞാൻ ഉള്ളിലിരുന്ന് ചതുർവിധം ചവച്ചിറക്കണതും നക്കണതും കുടിക്കണതും കടിച്ചു പൊട്ടിക്കുന്നതും ഒക്കെ ആയിട്ട് 4 വിധത്തിലുള്ള അന്നം, ചോഷ്യം, ലേഹ്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 4 വിധത്തിലുള്ള അന്നമുണ്ട്. ഈ അന്നത്തിനെ നല്ലവണ്ണം പചനം ചെയ്ത് ഞാൻ പാകം ചെയ്ത് വൈശ്വാനര അഗ്നിയായിട്ടിരിക്കണം. അതുകൊണ്ട് ഒരാൾക്ക് അന്നം കൊടുക്കുമ്പോൾ ഈ വൈശ്വാനരനാണ് കൊടുക്കുന്നത്. ഒരു അതിഥി ഊണ് കഴിക്കേണ്ട സമയത്ത് വീട്ടിലേക്ക് വരുമ്പോ വൈശ്വാനരനായിട്ടാണ് അത്ര പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ വിശപ്പുണ്ടല്ലോ, ഇയാൾ ചെയ്യുന്ന സുഹൃത്തൊക്കെ ദഹിപ്പിച്ച് കളയത്രേ. വൈശ്വാനര പ്രവിശതി അതിഥിർബ്രാഹ്മണോ ഗൃഹാൻ തസ്സീതാം ശാന്തിം കുർവന്തി ഹരവൈവസ്വതോദകം. കഠോപനിഷത്തില് യമനോട് പറയണതാണ്, ഈ നചികേതസ്, ഈ കൊച്ചുകുട്ടി വന്നിരിക്കണു, വൈശ്വാനരനായിട്ടാണ് ഇരിക്കുന്നത്, 3 ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോ അങ്ങനെ വൈശ്വാനരനായിട്ട് അന്നപചനം ചെയ്യണത് ഹേ അർജുന ഞാനാണ്. അപ്പൊ നമ്മൾ ഊണ് ഇങ്ങനെ വായിലിടുമ്പോ ഉള്ളില് വൈശ്വാനരനായിട്ട് അന്തര്യാമിയായ ഭഗവാൻ നാരായണന് കൊടുക്കണ നിവേദ്യാണത്. ശരിക്കും ഊണ് കഴിക്കണതൊക്കെ നിവേദ്യാണ്. അതിന് തോന്നാറുണ്ടോന്നുള്ളതാണ്. ഊണ് കഴിക്കുമ്പോ അന്തര്യാമിയായ ഭഗവാനാണോ കൊടുക്കുന്നത്. ഓരോ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനകത്തുള്ള വൈശ്വാനരനായിട്ടുള്ള ഭഗവാനാണ് ഭക്ഷണം കൊടുക്കുന്നത്. കുറെ ഉറുമ്പുകൾക്ക് അരിയിട്ട് കൊടുത്താൽ മതി, ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ ഫലമായി. ഇതൊക്കെ സനാതനധർമ്മത്തില് ഉള്ള വൈദിക ധർമ്മത്തിലുള്ള ഭാഗമാണത്. ഉറുമ്പിന് അരിയിട്ട് കൊടുക്കുക,
கோலம் போடுறதெல்லாம் அதுக்கு தான். நீங்க ஸ்டிக்கர் வாங்கி ஒட்டிச்சுதானே அது எப்படி சரியாகும்? எறும்பு சாப்பிடணும், அதுக்கு அரிசிமா கோலம் தான் போடணும். கரிங்கல் பொடியெல்லாம் போட்டா கோலமாகாது, பெயிண்ட்னால எழுதி வச்சா கோலமாகாது. நமக்கு ஏதோ செல்ஃபிஷா ஏதோ பலம் இருக்குன்னு நினைச்சுன்னு பண்ணினாத்தான் பண்ணுவோங்கிறதுனால பெரியவாள்லாம் என்ன பண்ணியிருக்கா, அரிசிமா கோலம் போடுங்க ஒரு நல்ல காரியம் வருதுன்னா அந்த எறும்பெல்லாம் தின்னுட்டு போக. நீங்க பார்த்துட்டு இருந்தேன். ஒரு கிரகஸ்தனை ஆசிரியிச்சுன்னு நிறைய பிராணிகள் இருக்கு. எறும்பு இருக்கு, அணில் இருக்கு, எலி இருக்கு, பெரிச்சாழி இருக்கு இல்லையா. ஆசிரியெல்லாம் ஓடும் இல்லையா. பழைய வீட்டுல நம்மளை விட நிறைய பேர் வாசம் பண்றவா இருப்பா. நிறைய எலி இருக்கும், நிறைய பல்லி இருக்கும், நிறைய எறும்பு இருக்கும். நமக்கெல்லாம் பூஜைக்கு எல்லாமே ஆத்துல கீழ்சாந்தி வேலையே எலிதான். அன்னன்னைக்கு வச்ச திரி அன்னன்னைக்கு எடுத்துன்னு போயிடும். கிளீன் பண்ணி விளக்கெல்லாம் சுத்தம் பண்ணி வச்சு அதோட வேலை அது கிருத்தியமா பண்ணும். பின்ன வீட்டுல நிறைய மரப்பட்டி, பழைய வீடா இருந்தது தானே. இந்த பிளாட் அபார்ட்மெண்ட்ஸ் கட்டினா இதெல்லாம் போயிடும். அது பின்ன எங்க இருக்கும் பாவம். அது நிறைய இந்த கிராமத்து வீடானா இந்த தலையிலேருந்து அந்த தலை வேற போயிட்டு வரலாம், சுதந்திர சஞ்சாரம். அக்ரஹாரங்கள்ல இருக்கிறவாளுக்கு தெரியும் இல்லையா. டெரஸ் ஆயிடுச்சுன்னா போயிடும். அப்புறம் எலியெல்லாம் வந்துடும். இந்த பிராணிகள்லாம் கிரகஸ்தனா நம்பிண்டு இருக்கான். வைஸ்வதேவம்ங்கிற ஒரு யஜ்ஞம் பிராமணனுக்கு விதிச்சிருக்கிறதே இந்த பிராணிகளுக்கெல்லாம் அன்னம் போடுறதுக்கு தான். இதெல்லாம் வளர்த்தப்படாது. இதுக்கு சுதந்திரமா அன்னம் போடணும். நாயை வளர்த்தப்படாது, நாய்க்கு சுதந்திரமா அன்னம் போடணும். നായിനെ വീട്ടിൽ വെച്ച് വളർത്തണമെന്ന് വലിയ കാര്യമൊന്നുമില്ല. അതിനെ പിടിച്ച് നമ്മളിട്ട് ചിലർ നായിനെ അവരെ പോലെ കരുതിക്കൊണ്ടാണ് നമ്മളെ പോലെ കരുതിക്കൊണ്ടാണ് വളർത്തുന്നത്. അത് അതിന് ഇഷ്ടമൊന്നുമല്ല. അതിന് AC റൂം നായ്ക്കേ അത് ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കും. തെരുവ് പട്ടികളൊക്കെ സ്വതന്ത്രമായിട്ട് നടന്നു പോണത് കാണുമ്പോൾ അതിനെ കെട്ടിയിട്ട് ഇതൊക്കെ നമ്മളുടെ സ്വാർത്ഥത അതിന് മേലെ വെക്കുകയാണ്. അതിന് ഭക്ഷണം കൊടുക്കുക, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അണ്ണാന് ഭക്ഷണം കൊടുക്കുക, എലിക്ക് ഭക്ഷണം കൊടുക്കുക, ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുക. കരോഷ്ട്ര മർക്ക ആഖു സരീസൃപ് ഖഗ മക്ഷികാഹ ആത്മനഃ പുത്രവത് പശ്യേത് നതേഷാം അന്തരം കിയത്. ഭാഗവതം പറഞ്ഞു, എലി, ഒട്ടകം, പെരിച്ചാഴി, പശു, ഓരോ സ്ഥലങ്ങളിൽ ഒട്ടകം നമ്മുടെ അവിടെ ഇല്ല അല്ലേ, ഒഷ്ടം. ഇതൊക്കെ ഇങ്ങനെ പല മൃഗങ്ങളുണ്ടല്ലോ. ഇതിനെയൊക്കെ അവരവരുടെ മക്കളെ പോലെ കരുതിക്കൊള്ളാന്നാണ്. എന്ന് വെച്ചാൽ മക്കളെ ഇവരെ പോലെ കരുതാൻ പാടുള്ളൂ. ഇതിനൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നാണ്. എന്താന്ന് വെച്ചാൽ വൈശ്വാനരന്റെ രൂപത്തില് ഭഗവാൻ ഇവിടെയൊക്കെ അന്നം ചോദിച്ചുകൊണ്ട് നടക്കണ്ട്. നിങ്ങൾ ഒരു സമാരാധനയൊന്നും നടത്തേണ്ട ആവശ്യമില്ല. എനിക്ക് അന്നം തരൂ അന്നം തരൂ എന്ന് പറഞ്ഞ് ഈ ജീവികളുടെ രൂപത്തിലൊക്കെ നടക്കണ്ട്. അന്നം കിട്ടിയാ ബലം കിട്ടും, ബലം കിട്ടിയാ തപസ് ചെയ്യും, ഇങ്ങനെ പല പ്രയോജനമുണ്ടേ. അന്നത്തിനു വേണ്ടിയാണ് പ്രകൃതി മുഴുവനും. അശനാപിപാസേ വൈ മൃത്യുഹൂ. പൃഥ്വിയിൽ മുഴുവൻ, ലോകം മുഴുവനും അന്നം, അതാണ് വളരെ മുഖ്യം. ഭക്ഷണം. ചിലർ ചോദിക്കും തിന്നാൻ വേണ്ടിയാണോ ഇരിക്കണത് എന്ന് ചോദിക്കും. സത്യമാണത്. ബേസിക് റിക്വയർമെന്റ് അന്നമാണ് അല്ലേ. പിന്നെന്താ നിങ്ങൾക്ക് വാനിറ്റിയാണോ മുഖ്യം? അഭിമാനാണോ മുഖ്യം? അന്നമാണ് മുഖ്യം. അന്നം എല്ലാവർക്കും വേണം, അന്നവും ജലവും. അത് കഴിഞ്ഞാലോ പിന്നെ ഭഗവതാരാധന. ഈ രണ്ട് കാര്യം വേണ്ടു. അന്നം, ജലം, ഭഗവതാരാധന. പിന്നെ മറ്റുള്ളവരും നമ്മളെ ചീത്ത പറയാതിരിക്കാൻ വസ്ത്രവും വേണം. പിന്നെ കുറച്ച് തണുപ്പ്, ചൂട്, താമസിക്കാൻ സ്ഥലം. ഇതൊക്കെ എക്സ്ട്രാ റിക്വയർമെന്റ്, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ല എന്നാണ്. യാഭിരാദിത്യസ്തപതി രശ്മിഭിസ്താഭി പർജന്യോ വർഷതി പർജന്യേനോഷധി വനസ്പതയഃ പ്രജായന്തെ ഓഷധി വനസ്പതിഭിരന്നം ഭവതി അന്നേന പ്രാണാഃ പ്രാണൈർബലം ബലേന തപസ്തപസാ ശ്രദ്ധ.
ശ്രദ്ധയാ മേധാ മേധയാ മനീഷാ മനീഷയാ മനോ മനസാ ശാന്തി ശാന്ത്യാ ചിത്തം ചിത്തേന സ്മൃതിക് സ്മൃത്യാ സ്മാരക് സ്മാരേണ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയതി. സൂര്യൻ ഉദിച്ച് മഴ പെയ്യണു. മഴ പെയ്യണത് എന്തിനാ? പർജന്യോ വർഷതി. ഇല്ലേ? മഴ പെയ്യാതെ ഇപ്പൊ നോക്കി നിൽക്കുക. ഇന്നലെയൊക്കെ ഒരു ചെറിയ പ്രത്യാശ ഉണ്ടായിരുന്നു, ഒന്നും കാണാനില്ല. പർജന്യോ വർഷതി. മഴ പെയ്യുമ്പോൾ ഓഷധി വനസ്പതയ പ്രജായന്തേ. നേച്ചറിന്റെ ഹോറിപ്പുലേഷൻ ആണത്. പ്രകൃതി മുഴുവൻ രോമാഞ്ചകഞ്ചുകിതമായിട്ട് നിൽക്കുന്നതാണ്. മഴ പെയ്യുമ്പോ കാണാൻ നിങ്ങൾക്ക് അങ്ങനെ പുല്ലൊക്കെ കിളിർത്ത് പച്ചപ്പ്, അതൊക്കെ കാണണേ. പുല്ല് കിളിർത്ത് പച്ചപ്പായി ഓഷധി വനസ്പതികളൊക്കെ ഉണ്ടാവും. ഒരു മഴ പെയ്താൽ മതി. വീട്ടിന് പുറകുവശത്ത് ചെന്ന് നോക്കിയാല് നമ്മൾക്ക് അറിയാത്ത പേരറിയാത്ത എത്രയോ ഓഷധികൾ കാണാം. ഒരു പേരും അറിയില്ല. അതൊക്കെ നല്ല വൈദ്യമൊക്കെ അറിയണ ആളുകളാണെങ്കിൽ പറയും ഇത് ഇന്ന ചെടിയാണ്, ഇന്ന ചെടിയാണ്, ഇത് ഇന്ന ചെടിയാണെന്നൊക്കെ പറയും. എത്രയോ ഓഷധി വനസ്പതികള് ആ പൃഥ്വിയിൽ അങ്ങനെ അനുഗ്രഹം, ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഭഗവാൻ പറയണത് നിനക്ക് എന്തു രോഗമുണ്ടോ ഇതാ ഞാനിവിടെ ഉണ്ടെന്ന് പറയണം. വിശപ്പിന് അന്നം പോലെ തന്നെ നിങ്ങളുടെ വ്യാധിക്ക് വേണ്ട ഔഷധികളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് മൃഗങ്ങളുടെ അത്ര പോലും സെൻസിറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ ഔഷധി വനസ്പതികളെ കണ്ട് മനസ്സിലാക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വേണ്ടി വരണം. നിങ്ങളെക്കാളും നമ്മളെക്കാളും ഒക്കെ എത്രയോ ബെറ്ററാണ് ഈ നായും പൂച്ചയൊക്കെ അല്ലേ? എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മണത്ത് നടക്കും, എന്തെങ്കിലും ഒന്ന് തിന്നിട്ട് അവിടെ കിടക്കും. ഓഷധി വനസ്പതിഭിരന്നം ഭവതി അന്നേന പ്രാണാഹ. മരുന്ന്, അന്നം തന്നെ മരുന്നാണെന്നാണ്. തസ്മാത് സർവൌഷധമുച്യത്തെ. പ്രാണൈഹി ബലം, പ്രാണം കൊണ്ട് ബലം, ബലം കൊണ്ട് തപസ്, തപസ് കൊണ്ട് ശ്രദ്ധ, ശ്രദ്ധ കൊണ്ട് മേധ, മേധ കൊണ്ട് മനീഷ, മനീഷ കൊണ്ട് സ്മൃതി, വിജ്ഞാനം, ആത്മജ്ഞാനം. ഇതൊക്കെ ഊണ് കഴിക്കണോണ്ടാ വരുന്നത്. അതുകൊണ്ട് ഊണ് കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആരാധനയാണ്. പഴയ കാലത്തില് சமையல் கட்டிலேயே பூஜை வச்சுன்னு விடுவான். எனக்கு அதுதான் பவித்திரமான இடம். சமையல் பண்றதுங்கிறது தான் பெரிய பூஜை. சிவ பூஜை பண்றது, சாலக்கிராம பூஜை பண்றது எல்லாத்தையும் விட சமையல் கட்டுல அடுப்பு மூட்டி ஒரு வேலை நடக்கிறது. அந்த அக்னி, அந்த புருஷால் அக்னியை விட்டுவிட்டா, ஆனா சமையல் பண்ற ஸ்திரீகளை இனி அக்னியை விடல. அக்னியோட ரூபம் மாறி விடுத்து. எத்தனை கொச்சன அக்னின்னு என்ன சொல்லுவா அதுக்கு. அதான இந்த அக்னியோட ரூபம் மாறி விடுத்து. இதெல்லாம் கொஞ்சம் சொன்னோம்னா கொஞ்சம் இது ஒரு புது சாஸ்திரமாவே தோணும் உங்களுக்கு. ஒரு புளி விறக போட்டா அந்த புளி விறகு தான் நெருப்பா மாறுறது இல்லையா? ഒരു പുളി കൊളുത്തിയാൽ ആ പുളി മരണ്ടല്ലോ, പുളി വിറക്, ആ വിറകാണ് അഗ്നിയായിട്ട് മാറുന്നത്. അതായത് പുളി വിറകിന്റെ എലമെന്റ് ആ ഫയറിലുണ്ടാവും. ആ ഫയറാണ് പാത്രത്തിനുള്ളിലേക്ക് കയറണത്, പാത്രത്തിൽ ചൂടാവണത്. എന്നിട്ട് ആ പുളിയുടെ അംശമായിട്ടുള്ള അഗ്നിയാണ് നിങ്ങളുടെ അന്നത്തിന്റെ ഉള്ളിലേക്ക് കയറണത്. സിമ്പിൾ ലോജിക്. അതേപോലെ ഏത് മരം ഇടണോ ആ മരം. அப்போ நம்ம இன்னைக்கு மிளகு ஹோட்டல் சாம்பார்லாம் வைக்கிறதுல பெட்ரோல் தான் இருக்கு, க்ரூட் ஆயில், பெட்ரோல். என்ன அந்த கேஸ் எதனால பண்றாளோ, அது எதனால பண்றாளோ அதோட எலமெண்ட் எல்லாமே தான் வருது. அந்த அக்னியோட சுபாவம் மாறிவிடுது இல்லையா? ஔதும்பரி சமித்பி அக்னிம் பரி. அந்த அக்னி பரிச்சரணம் இந்த சமித்தால பண்ணணும் எல்லாம் வேதம் ஏன் சொல்றதுன்னா, அந்த எலமெண்ட் தான் இந்த ஃபயரா மாறுறது. அந்த சாஸ்திரத்துக்கு பின்னால இருக்கிற தியரட்டிக்கல் நாலேஜ் போயிட்டு தானே சாஸ்திரம் போயிடும்.
ഇപ്പൊ നമുക്ക് കുറച്ച് മനസ്സിലാവും. നമ്മളൊക്കെ മോഡേൺ ആയിട്ടുണ്ട്, നമുക്കൊരു വിചാരം ഉണ്ടല്ലോ. നമ്മൾ മോഡേൺ ഒന്നും ആയിട്ടില്ല, നമ്മൾ വിഡ്ഢികളാണ് നമുക്ക് മനസ്സിലാവും. നമ്മളുടെ സിവിലൈസേഷൻ, സോ കോൾഡ് സിവിലൈസേഷൻ ഈസ് എ ബിഗ് ഫ്ലോ. അതുപോട്ടെ, പെട്രോളും തിന്നാം, എന്തും ഭക്ഷിക്കാം. എന്താന്ന് വെച്ചാൽ ഈ വൈശ്വാനരൻ വേണമെങ്കിൽ എന്ത് വിഷവും ഭക്ഷിച്ചോളൂ, എന്തും കഴിച്ചു. അയാൾ തയ്യാറായി കഴിഞ്ഞാൽ, റെഡി ആയി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ ഉള്ളിൽ പോയിക്കൊള്ളും. അയാൾ തീരുമാനിച്ചാൽ മതി ഇത് കഴിക്കാമെന്ന് വെച്ചാൽ അയാൾക്ക് എന്തിനേയും തന്നിലേക്ക് അടക്കാനുള്ള ശക്തി ഉണ്ട്. ഈശ്വരനാണല്ലോ അല്ലേ? അതുകൊണ്ട് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്തോ പചാമി അന്നം ചതുർവിധം. വയറിലിരുന്നു കൊണ്ട് ഉള്ളിലുള്ള അന്നത്തിനെയൊക്കെ ഞാൻ ഭജിക്കണം. അതുകൊണ്ട് ചിലർക്കൊക്കെ ഈ ശ്ലോകം ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഈ ശ്ലോകമൊക്കെ ചൊല്ലുക, അതുകൊണ്ട് സമ്പ്രദായമുണ്ട്. ഈ അധ്യായം ചൊല്ലും. இப்போ நம்ம சாப்பிடுறதுக்கு முன்னாடி வேத மந்திரங்கள்லாம் சொல்றோம் இல்லையா? அந்த மாதிரியே இந்த அத்தியாயத்தை சொல்றதுங்கிற சம்பிரதாயமே உண்டு. சாப்பிடுறதுக்கு முன்னாடி ஊர்துவமூலம் அதஷாகம் இந்த அத்தியாயத்தை சொல்லி அன்ன பரிசரணை எல்லாரும் போட்டதுக்கு அப்புறம் சாப்பிடும். அப்புறம் உபஸ்திரணம் பண்றத பிரம்மார்ப்பணம் பிரம்மஹவிர் பிரம்மாக்னோ பிரம்மணாஹுதம் பிரம்மைவ தேன கந்தவ்யம் பிரம்மகர்ம சமாதினா. எல்லாமே பேசிக்கா இருக்கிற விஷயங்கள் இருக்கோ இல்லையோ, அதுல யூ ஹாவ் டு பிரிங் இன் த டிவைன் எலமெண்ட். அதுக்குதான் வைதிக சம்பிரதாயம் பேரு. വൈദിക സമ്പ്രദായം എങ്ങനെയാണ് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എന്ന് വെച്ചാൽ, വൈദിക സമ്പ്രദായത്തിന് പൂജാ റൂമില്ല. വൈദിക സമ്പ്രദായത്തിന് പൂജയ്ക്ക് ഫോട്ടോവോ ഒന്നും വേണ്ട. ഊണ് കഴിക്കുന്നത് പൂജയാണ്. ഒരു കുഞ്ഞ് ഉണ്ടാവണത് പൂജയാണ്. കുഞ്ഞ് ജനിക്കുന്നത് പൂജയാണ്. നാമകരണത്, നിഷേകാദി ശ്മശാനാന്ത സംസ്കാര, ഇതൊക്കെ പൂജയാണ്. നിഷേകം മുതൽ ശ്മശാനം വരയ്ക്കും. പ്രാകൃതം എന്ന് പറയുന്നത് നമ്മള് ലൈഫിലുള്ള കുറെ കാര്യങ്ങളെയൊക്കെ പ്രാകൃതം, അതൊക്കെ തന്നെ വളരെ സാധാരണ കാര്യം. വേദം അവിടെയാണ് ശ്രദ്ധ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഞാൻ രാവിലെ എണീറ്റ് വിസർജനം ചെയ്യാം എന്നുള്ള കാര്യം ഇപ്പൊ പറഞ്ഞാൽ തന്നെ അയ്യേ ഇതൊക്കെ എന്താ ഈ ഗീത പറയുമ്പോ ഇതൊക്കെ പറയാൻ പാടുമോ എന്നാണ്. നമ്മൾ രാവിലെ എണീറ്റ് ചെയ്യണ മുഖ്യമായ കാര്യമാണത്. വേദം പറയണത് സർവേശ്വരൻ അവിടെ വിസർജനേന്ദ്രിയത്തിൽ ഇരുന്നു കൊണ്ട് വിസർജനം ചെയ്യണമെന്നാണ്. കർമ്മേതി ഹസ്തയോ ഗതിരിതി പാദയോ വിമുക്തിരിതി പായൗ. பகவான் அந்த பாயுல இருக்கலையானா காத்தாலானா விசர்ஜனம் சரியாக மாட்டேங்குது. அது சரியாகலைன்னா அப்புறம் என்ன பிரயோஜனம்? சாப்பிடுறது ஜீர்ணிக்கணும், வெளியில விசர்ஜனம் ஆகணும். சரீர மண்டலத்துல அன்னமய கோஷத்துல என்னென்ன பிரக்கிரியைகள் நடக்கிறதோ அதையெல்லாம் பகவதர்ப்பணம் பண்றதுக்கு இருக்கிற வழிதான் வைதிக சம்பிரதாயம். அதுவே பாகவத சம்பிரதாயத்துல எப்படின்னாக்கா பகவன் நாமாவை ஜபம் பண்ணிட்டே இருக்கிறது. இத ஓரோன்னும் ஞாபகம் வச்சுக்கிறது கஷ்டங்கிறதுனால ஒரு மார்க்கத்தை கொண்டு வந்தா பாகவதாலாம். என்ன நாம மார்க்கம்னாக்கா நாம எப்பவும் பிரியாம வாயில இருந்துட்டே இருக்கணும். இன்ன சமயம்னு கிடையாது. കുറൂരമ്മ അശുദ്ധായിരുന്നു അത്രേ. അപ്പൊ 3 ദിവസം അശുദ്ധം, ചിലർ 5 ദിവസം 6 ദിവസം ഒക്കെ പറയും അല്ലേ. അപ്പോ ഭട്ടതിരി വീട്ടിലേക്ക് വന്നു എന്നാണ് കഥ പറയണത്. ചിലർ പറയണ ഏതൊരു ആഢ്യ ബ്രാഹ്മണൻ, ആചാര ബ്രാഹ്മണൻ വന്നു. അപ്പൊ അമ്മ നാമം ജപിച്ചുകൊണ്ടേയിരിക്ക. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അത്രേ അമ്മ ഇത്രയൊക്കെ അറിവുള്ള അമ്മ അങ്ങനെ ചെയ്യാൻ പാടുവോ? ഈ അശുദ്ധായിട്ടിരിക്കുമ്പോ നാമം ചൊല്ലാൻ പാടുവോ എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ അമ്മ പറഞ്ഞു അത്രേ, ഭട്ടതിരി എന്താ പറയണ? ഇപ്പൊ ഞാൻ മരിച്ചുപോയ നാമം വായിലില്ലാതെ മരിച്ചു പോകണമെന്നാണോ ഇപ്പൊ പറയണത്? ഭഗവൻ നാമ ജപത്തിന് ഇന്ന കാലമൊന്നുമില്ല. കാരണം ഈ കാലങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും.
ഇത് ശുദ്ധം ഇത് അശുദ്ധം എന്നൊക്കെ പറയണതാണ് അശുദ്ധം. അതേസമയം പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. വേദം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള അനുഷ്ഠാന പദ്ധതിയെ അറിഞ്ഞുകൊണ്ട് എല്ലാ അനുഷ്ഠാന പദ്ധതിയും ചില ശാസ്ത്രം ചില കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഭഗവത് സ്മരണത്തിന് തടസ്സമല്ല, ലൗകികത്തിനാണ് തടസ്സം. ലൗകികത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി ബന്ധിക്കുകയും അധ്യാത്മത്തിൽ നമ്മളെ പരിപൂർണമായി സ്വതന്ത്രമാക്കുകയുമാണ് സനാതനധർമ്മം. സെമിറ്റിക് റിലീജിയൻസ് എങ്ങനെയാന്ന് വെച്ചാൽ അധ്യാത്മത്തിൽ പരിപൂർണമായി ബന്ധിക്കുകയും ലൗകിക ജീവിതത്തിൽ സ്വതന്ത്രമായി തുറന്നുവിടുകയും ചെയ്യാം. നമ്മൾക്ക് അധ്യാത്മത്തിൽ ബന്ധമേ ഇല്ല. നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കണോ, ശിവനെ ആരാധിക്കണോ, നാമം ജപിക്കണോ, നിങ്ങൾ പ്രാണായാമം ചെയ്യണം, ഇങ്ങനെ ചെയ്യൂ, ഞായറാഴ്ച ഇന്ന സ്ഥലത്തേക്ക് വരൂ, അമ്പലത്തിലേക്ക് വരൂ, വെള്ളിയാഴ്ച ഇവിടെ വന്നാലേ പറ്റുള്ളൂ എന്നും നിയമമൊന്നുമില്ല അല്ലേ. എന്താണെന്ന് വെച്ചാൽ അധ്യാത്മത്തിലെ സ്വാതന്ത്ര്യം തന്നു, ലൗകികത്തിലെ ബന്ധനം ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ വേണം. ഇപ്പോ ജാതി വർണ്ണ ആശ്രമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയണത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. നോക്കൂ, നമ്മൾ ഒക്കെ നെഗറ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യും. ഇപ്പോ ജാതി കൊണ്ട് ഒരുപാട് വിഷമിച്ചു ഒരു കാലം എന്ന് പറഞ്ഞപ്പോ പറയണ്ട. ഇപ്പൊ ജാതിയൊക്കെ പോയോ എന്ന് വെച്ചാൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്, അതൊന്നും പോയില്ല. ഇപ്പൊ ആകെപ്പാട് ജാതി പോയിരിക്കുന്നത് ഒറ്റ കാര്യത്തിൽ എന്തിനാന്ന് വെച്ചാൽ കല്യാണം കഴിക്കണത്. എന്താന്ന് വെച്ചാൽ അയാൾക്ക് സ്വാതന്ത്ര്യം അവിടെ കിട്ടിയേ. അപ്പൊ സ്വാതന്ത്ര്യത്തിനെ അവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചു. വേദം പറഞ്ഞു, നീ നിന്റെ സ്വാർത്ഥമായ ഫീൽഡിലൊക്കെ ഒരു ബ്രിഡ്ജ് ഇട്ട് വെക്കാം. അധ്യാത്മത്തിൽ വരുമ്പോ ഒരാൾക്ക് അന്നം കൊടുക്കണം, ഒരാൾക്ക് ധനം കൊടുക്കണം, ഒരാൾക്ക് അധ്യാത്മ ഉപദേശം കൊടുക്കണം, നാമോപദേശം കൊടുക്കണം, ശാസ്ത്രം പറഞ്ഞു കൊടുക്കണം, ഭഗവത് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആചണ്ഡാള പ്രതിഹതരയോ യസ്യ പ്രേമപ്രവാഹ. അതിൽ ഒരു ജാതി വർണ്ണ ആശ്രമം ഒന്നുമില്ല, ഒരു നിയമവുമില്ല. നിയമങ്ങളൊക്കെ തന്നെ നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് ഒരു ബൗണ്ടറി ഇടാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അല്ലെങ്കിൽ സ്വാർത്ഥത പെരുത്തുപോകും. അതുകൊണ്ട് സ്വാർത്ഥതയെ പിടിച്ച് കെട്ടിയിട്ടു ജ്ഞാനത്തിന്റെ മണ്ഡലത്തിൽ സ്വതന്ത്രമാക്കി. അപ്പോ വൈശ്വാനരനായിട്ട് ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലിരിക്കണു. ഈ ശ്ലോകം വെച്ചുകൊണ്ട് ഞാനിപ്പോ ഇത്രയൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, അന്നം എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അന്നസ്യ ക്ഷുദിതം പാത്രം. അന്നത്തില് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അന്നം വിശക്കണവന് അന്നം കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ മഹായജ്ഞമാണ്. അതിപ്പോ ഇങ്ങനെ സമാരാധന എന്ന് പറഞ്ഞിട്ട് ബഹളം കൂട്ടി എല്ലാവരും കൊടുക്കണം എന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു സത്രത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് വിശന്ന ഏത് വീട്ടിലും കയറി പോവാം എന്നൊരു കാലം ഉണ്ടായിരുന്നു അത്രേ. ഇപ്പൊ നമുക്കത് വയ്യ അല്ലേ. അപ്പോ വൈശ്വാനര വിദ്യ എന്ന് തന്നെയാണ് ഇതിനിപ്പോ പറയണത്. ഓരോ പ്രാണികളുടെയും ദേഹത്തിനെ ആശ്രയിച്ച് ഞാൻ പ്രാണാപാനനെ ഉപയോഗിച്ചുകൊണ്ട് അന്നപചനം ചെയ്യുന്നു. അടുത്ത ശ്ലോകം, സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യഃ വേദാന്തകൃദ്വേദവിദേവ ചാഹം. സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ട. ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, എല്ലാവരുടെയും ഹൃദയത്തില് ഞാൻ സമ്യക് ഉപവിഷ്ട, എല്ലാവരുടെ ഹൃദയത്തിൽ സുഖമായിട്ട് ഞാൻ അന്തര്യാമി രൂപേണ ഇരിക്കണം. സ്മൃതി ജ്ഞാനം അപോഹനം ച. ഓരോരുത്തരുടെ ഉള്ളിലും ജ്ഞാനമായിട്ടും സ്മൃതിയായിട്ടും ജ്ഞാനസ്മൃതിയായിട്ടും അപോഹനമായിട്ടും, അപോഹനം എന്ന് വെച്ചാൽ മറവി ആയിട്ടൊക്കെ ഞാനായിരിക്കണത്. എന്നിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാവണത്. ഇപ്പൊ ഞാനെന്ന് ഭഗവാൻ ഇവിടെ പറയുമ്പോ ഈശ്വര ശക്ത
ശക്തിവിശിഷ്ട, ശക്തിവിശിഷ്ടനായ ഭഗവാൻ. അതുകൊണ്ടാണ് ദേവീ മഹാത്മ്യത്തിലെ 5-ാം അധ്യായത്തിലെ സ്തുതി, യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത, നമസ്തസ്യൈ 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 നമോ നമഃ, യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത, ബുദ്ധിരൂപേണ സംസ്ഥിത. എല്ലാം. അപ്പോ നമ്മളുടെ ഫിസിക്കൽ, നമ്മളുടെ സിസ്റ്റം, ഉപാധി എന്ന് പറയുന്നത് തന്നെ ആ ശക്തിയുടെ മണ്ഡലമാണ്. ആ ശക്തി, ആ ദേവിയാണ് നമ്മളുടെ ഉള്ളിൽ നിദ്രാരൂപേണ സംസ്ഥിത. രാത്രിയാകുമ്പോൾ ഉറക്കം വരണു. അതെങ്ങനെ വരണു? വിശപ്പ് വരണു, ദാഹം വരണു, ശക്തി ഉണ്ടാവണം, വിഭ്രാന്തി ഉണ്ടാവണം, ചിലതൊക്കെ ഓർത്തു വരും, മറന്നു പോകണു, ഓർമ്മ വരണു. ഇതൊക്കെ തന്നെയായിട്ട് ഈ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്, ഈശ്വരന്റെ ശക്തി. ആ ശക്തി ചിത് ശക്തി എന്ന് നമ്മൾ പറയും. ചിത് ശക്തി തന്നെയാണ് മനസ്സാവണത്, ചിത് ശക്തി തന്നെയാണ് ബയോളജിക്കൽ ഫോഴ്സ് ആവണത്, ചിത് ശക്തി തന്നെയാണ് പ്രപഞ്ചത്തിൽ ജഡശക്തിയായിട്ട് ഫിസിക്കൽ ഫോഴ്സായിട്ട് മാനിഫെസ്റ്റ് ആണ്. ആ ചിത് ശക്തി ഉള്ളില് സ്മൃതി, ജ്ഞാനം, അപോഹനം ഒക്കെ ഉണ്ടാക്കുന്നു അല്ലേ? ഉള്ളില് ജീവൻ ഉള്ളപ്പോഴല്ലേ ഇതൊക്കെ ഉള്ളൂ. അപ്പൊ ജീവന്റെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ആണ് ഇതൊക്കെ. ഓർമ്മ വരിക, മറക്കുക, എല്ലാത്തിനും മൂലകാരണമായിട്ട് അന്തര്യാമി രൂപേണ ഇരിക്കുക. അപ്പോ നമുക്കൊരു ചെറിയ അറിവ് വരുന്നത് പോലെ ഈ അന്തര്യാമിയുടെ പ്രസാദം കൊണ്ടാണ്. എല്ലാ അറിവിന്റെയും ആശ്രയസ്ഥാനം ഈ അന്തര്യാമിയാണ്. നമ്മൾക്ക് ആവരണ രൂപത്തിൽ മറച്ചു വെച്ചിരിക്കുന്നതും ഈ അന്തര്യാമി. ഈ ആവരണത്തിനെ നീക്കി അന്തര്യാമി തന്നെ കാണിച്ചു തരണം. അതിനെന്ത് വേണം? ആ അന്തര്യാമിയെ തന്നെ ആശ്രയിക്കണം. അതാണ് വൈദിക സമ്പ്രദായം. അതാണ് ഭഗവാൻ വേദൈശ്ച സർവൈഹി അഹമേവ വേദ്യഃ, വേദങ്ങൾ മുഴുവനും കൊണ്ട് ഈ അന്തര്യാമി അറിയപ്പെടേണ്ടവനാണ്. അതിനെന്താ വഴി? വേദാന്തകൃത്, എന്നെ അറിയാൻ, ആത്മാവിനെ അറിയാനായി ഉപനിഷത്ത് മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളെ ചില ഋഷികളിലൂടെ പ്രകാശിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഈ അന്തര്യാമിയാണ്. നോക്കൂ, ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ പലതും കണ്ടുപിടിച്ചു അല്ലേ? ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ഇത്രയും 1000 വർഷങ്ങളായി നടക്കാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു 200 വർഷങ്ങൾക്കുള്ളിൽ എന്തൊക്കെയോ നടന്നു. പലതും കണ്ടുപിടിച്ചു, എന്തൊക്കെയോ ചെയ്തു അല്ലേ? അതൊക്കെ എന്താ ഇത്രയും 2000 അല്ലെങ്കിൽ 10,000 വർഷങ്ങളായി ഇല്ലാത്ത ആളുകൾക്കുള്ള ബുദ്ധിയൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് വളർന്നോ? അങ്ങനെയാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. ഇയാള് അത് കണ്ടുപിടിച്ചു, അയാൾ ഇത് കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ചവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയണത് ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു ഞങ്ങൾക്കേ അറിയണില്ല. സൈലൻസ് ആണ്. പല ശാസ്ത്രജ്ഞന്മാരും ഒന്നും ചിന്തിക്കാതെ നിശ്ചലമായിട്ടിരിക്കുമ്പോൾ ആ നിശ്ചലതയിലാണ് പലതും അവരുടെ ഉള്ളിലേക്ക് ആ സപ്ലൈ ഉണ്ടാവുന്നത്. ജ്ഞാനം, സ്മൃതി, ഇത് പല കണക്ഷനും ഉണ്ടായി ഒരു ഡിസ്കവറി, ഒരു കവർ എടുത്തു മാറ്റാം. ആ കവർ എടുത്തു മാറ്റിയതോടുകൂടെ ദേ റെക്കഗ്നൈസ് സംതിങ്, അത് പുറത്തേക്ക് പറയും. ഇവര് പലരും സ്കൂളിലേക്കും കോളേജിലേക്കൊന്നും പോവാത്തവരാ. നേരെ ചൊവ്വെ പഠിച്ചാൽ ബുദ്ധി പോവും. എഡിസണും ഐൻസ്റ്റീനും ഒക്കെ അങ്ങനെയുള്ളവരാ. ഐൻസ്റ്റീനൊക്കെ ഈവൻ ഉരുപ്പടി ആവില്ല എന്നൊന്ന് എഴുതി തള്ളിയതാ അത്രേ. എന്നിട്ട് അവരിലൂടെ
യാദേവി സർവഭൂതേഷു മേധാരൂപേണ സംസ്ഥിത. ചിലതൊക്കെ അങ്ങോട്ട് റിവീൽ ചെയ്തു അല്ലേ. ഇതൊക്കെ വൈദിക കർമ്മ. ഞാൻ പറയും, ഇതിപ്പോ ആളുകൾ സ്വീകരിക്കില്ലയോ എന്നറിയില്ല. എന്റെ ദൃഢമായ ഒരു അഭിപ്രായമാണ്, വൈദിക കർമ്മകാണ്ഡമാണ് സയൻസ്. இப்ப நாம கர்மகாண்ட வேத பாகங்களை நாம ஒன்னும் தெரியாம இப்ப இன்னைக்கு இருக்கிற சயின்ஸ் எல்லாம் நஷ்டமாயிடுத்து வச்சுங்கோ. நாளைக்கு இதெல்லாம் புஸ்தகம் மட்டும் பைஹார்ட் பண்ணி வச்சுட்டோமானா லைட்டை பத்தி இருக்கிற ஸ்லோகம் எல்லாம் சொல்லலாம். லைட் மாதிரி ஏதோ வித்தியை நமக்கு போயிடுத்துனாக்கா ஏதோ சொல்லிட்டு இருப்போம், அதோட பூர்வாபரம் புடி கிடைக்காம இருக்கு. அதோட பிராக்டிக்கல் ஆஸ்பெக்ட் இல்ல. ஆனா அதெல்லாம் தெரிஞ்சு வச்சு நஷ்டப்படாம வச்சுட்டு இருந்தாலும் ஃபியூச்சர்ல போயிடும் இல்லையா. அந்த மாதிரி கர்மகாண்ட வேத பாகங்கள்ல இதெல்லாம் இருக்கு. மெடிக்கல் சயின்ஸ், பிசிக்கல் சயின்ஸ் எல்லாமே கர்மகாண்ட வேத பாகத்தில் அடங்கிடுச்சு. அத்தியாத்ம வித்யா வேற, அது இது இல்ல. இது அப்ப மெடிக்கல் சயின்ஸ், பிசிக்கல் சயின்ஸ் எல்லாமே கர்மகாண்ட வேத பாகத்துக்குள்ளே வந்துடுச்சு. அதெல்லாமே எப்படி வந்ததுங்கிறது வைதிக ரிஷிகள் சொல்றதுல மாத்திரம்தான் வித்தியாசம். ரிஷிகள் சொல்றா இதெல்லாம் நாங்களும் கண்டுபிடிக்கல, வயம் மந்திர திரஷ்டாரஹா நது கர்த்தாரஹா. மந்திரத்தை நாங்களாம் பார்த்தோம், அவ்வளவுதான். ഞങ്ങളൊന്നും സൃഷ്ടി പണല. അവരൊന്നും സൃഷ്ടിച്ചില്ല. അവരിലൂടെ ചിലതൊക്കെ റിവീലായി. അവരെയൊക്കെ വേദം തന്നെ പറയണത് അങ്ങനെയാണ്. ഭഗവാൻ ഈ ഋഷികളെയൊക്കെ ഉണ്ടാക്കി അവരിലൂടെ ഈ ലോകത്തിനെ നിലനിർത്തിക്കൊണ്ടുപോവാനുള്ള ചില ശാസ്ത്രങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചു കൊടുത്തു. അതേപോലെ ഈ 200 നൂറ്റാണ്ടുകൾക്കുള്ളിൽ, 200 വർഷങ്ങൾക്കുള്ളില് ചില കാര്യങ്ങളൊക്കെ ഈ ലോകത്തിലെ എന്തിനു വേണ്ടിയിട്ടാണോ പറയില്ല, നല്ലതിനാണോ ചീത്തയ്ക്കാണോ നമുക്ക് പറയാൻ വയ്യ. ചിലതൊക്കെ അങ്ങോട്ട് ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബൊക്കെ ആരുടെ ഉള്ളിൽ കൂടിയൊക്കെ അങ്ങോട്ട് റിവീൽ ചെയ്ത് കൊടുത്തു. അവര് വേറെ എന്തോ കണ്ടുപിടിക്കാൻ പുറപ്പെട്ട സ്ഥലത്താണ് ഇതും കൊണ്ടുവന്നത് പുറത്തേക്ക്. എന്തൊക്കെയോ ഇപ്പോ ആയുർവേദ മരുന്നുകളൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. എങ്ങനെയാ അവർ കണ്ടുപിടിച്ചത്? ഏതോ പോയി എന്തോ ഒരു ഇൻറ്റ്യൂഷനാണ്, ഈ ചെടി ഇതിന് പ്രവർത്തിക്കും, ശ്രമിച്ചു നോക്കുകയാണ്, അറിയില്ല എങ്ങനെയാന്ന്. അതേപോലെയാണ് സയന്റിഫിക് ഡിസ്കവറി, ഇൻവെൻഷൻസ് ഒക്കെ. മത്തസ്മൃതി ജ്ഞാനം അപോഹനം. ഭഗവാൻ പറയണത് ഞാൻ ഉള്ളിലിരുന്ന് അവരോട് പറയാണ് ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നുള്ളത്. അപ്പൊ അതാത് വസ്തുക്കളെ അതിനടുത്ത് ഉപയോഗിക്കുകയാണ്. ലൗകികമായ വിദ്യകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അവസാനം വേദൈസ്തു സർവൈരഹമേവ വേദ്യ. വേദങ്ങൾ മുഴുവൻ കൊണ്ടും ഞാൻ തന്നെയാണ് വേദ്യനായിട്ടുള്ളവൻ, അറിയപ്പെടേണ്ടവൻ, ഞാൻ തന്നെയാണ് വേദത്തിനകത്തുള്ളവൻ. ഇതെല്ലാം കഴിഞ്ഞ് സംസാര ഉപരമണം വരണം, ജീവന് ശാന്തി വേണമെന്ന് പറഞ്ഞിട്ട് വാദത്തിന് കുറുന്തോട്ടി. ഇവിടെ വാദമുണ്ടോ അവിടെ കുറുന്തോട്ടിയുണ്ട്. ഇവിടെ ഒരു പനിയുണ്ടോ അവിടെ ഒരു പനിക്കൂർക്ക് ഒരു ചെടിയുണ്ട്. ഇവിടെ കഫമുണ്ടോ അവിടെ തുളസിയുണ്ട്. ഇങ്ങനെ ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോലെ സംസാര രോഗമുള്ളവന് അവിടെ വേദാന്ത ശാസ്ത്രമുണ്ട്. ഇവിടെ വിശപ്പുണ്ടോ അവിടെ അന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ സംസാര രോഗമുള്ളവന് ഭഗവാൻ പറഞ്ഞത് വേദാന്തകൃത്, അറിവിനെയൊക്കെ അവസാനിപ്പിച്ച് ആത്മജ്ഞാനം നേടണോ, വേദാന്തവും ഞാനിവിടെ തന്നിട്ടുണ്ട്. ആ വേദാന്തം കൊണ്ടും വേദം കൊണ്ടും ഒക്കെ അറിയപ്പെടേണ്ടത് എന്താ? ഞാൻ തന്നെ. ഈ വേദാന്ത ശാസ്ത്രം കൊണ്ട് മൂലമായ പൊരുൾ അറിയപ്പെടുന്നു, സ്വരൂപം അറിയപ്പെടുന്നു, ആത്മാ അറിയപ്പെടുന്നു. അതിനായിട്ട് വേദാന്ത ശാസ്ത്രത്തിനെയും ഞാൻ ലോകത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ there is nothing unnatural, there is nothing beyond nature, everything is within nature, and ultimately this Vedanta Shastra is also within nature, but you can use it to go beyond nature. വേദാന്ത ശാസ്ത്രവും പ്രകൃതിക്കുള്ളിലാണ്, എല്ലാം പ്രകൃതിക്കുള്ളിലാണ്.
വേദാന്തശാസ്ത്രം മാത്രം അവസാനമാവുമ്പോൾ നിങ്ങളെ പ്രകൃതിയിൽ നിന്നും അപ്പുറത്തേക്ക് കടത്തിവിടും. അതുവരയ്ക്കുള്ളതൊക്കെ തന്നെ പ്രകൃതിയുടെ ഉള്ളിലാണ്. പ്രകൃതി എന്ന് വെച്ചാൽ മഹാമായ. മഹാമായ എന്ന് വെച്ചാൽ ഈശ്വരൻ. ഈശ്വരൻ, മായാശക്തി, ഉപാധിവിശിഷ്ടമായ പരമേശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ എന്തൊക്കെ പേര് പറഞ്ഞോളൂ, ആ സർവേശ്വരൻ തന്നെയാണ് ഹൃദയത്തിലിരിക്കണത്, അറിവായിട്ടിരിക്കണത്, ഓർമ്മയായിട്ടിരിക്കണത്, വെളിയിൽ വിഷയങ്ങളായിട്ട് വരുന്നത്. പലതരത്തിലുള്ള അനുഗ്രഹം 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 മാത്രമേ ഉള്ളൂ ലോകത്തിൽ. നമുക്ക് കാണാൻ കണ്ണല്ലേ, അനുഗ്രഹം മാത്രമേ ഉള്ളൂ സർവത്ര കാണാൻ. ഗ്രാറ്റിറ്റ്യൂഡ് വന്ന സന്തോഷമായിട്ടിരിക്കും അല്ലേ? ഒരു മഴ പെയ്താ സന്തോഷിക്കണം. വയറ് നിറച്ച് വിശന്നിട്ട് ആഹാരം കഴിക്കുമ്പോൾ സന്തോഷം വരണം. പണ്ടൊരു കഥ പറയും, നമ്പൂരിക്ക് വയറ് നിറഞ്ഞത്ര നല്ല വിശപ്പായിരുന്നു, വയറ് നിറച്ച് ഊണ് കഴിച്ചപ്പോൾ വാലിക്കാരൻ രാമനെ വിളിച്ചിട്ട് കിടപ്പാടൊക്കെ എഴുതി കൊടുത്തു അത്ര സന്തോഷത്തിൽ. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് അങ്ങനെ തമാശയായിട്ട് പറയും. എന്നുവെച്ചാൽ അത്ര സന്തോഷം വരണം എന്നർത്ഥം. വേറെ നിറയുമ്പോൾ ഒരു സന്തോഷം. നല്ലവണ്ണം ഉറങ്ങിയാൽ സന്തോഷിക്കും. എല്ലാവരും അല്പസന്തോഷിയായിട്ടിരിക്കണം. എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണേ. ഉറങ്ങാന്ന് വേണം നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? നിങ്ങൾ വേണമെങ്കിൽ ഗുളിക കഴിച്ച് ഉറക്കും, അത് ഉറക്കാവോ? നിങ്ങൾ ഗുളിക കഴിച്ച് ഉറങ്ങിയാൽ അത് ഉറക്കൊന്നുമല്ല. ശരിക്കും അങ്ങോട്ട് ഉറങ്ങണം. നിദ്രാദേവിയെ അനുഗ്രഹം വരണം. നിദ്രാ ഭഗവതി സാക്ഷാത്. ഇതൊക്കെയാണ് ദേവതകള്. ഉറക്കം ദേവതയാണ്, മാതാവാണ്, അമ്മയാണെന്നാണ്. വലിയ കാരുണ്യമാണ്. ഈ ലോകത്തിലെ പല വിധത്തിലും വ്രണപ്പെട്ട് കിടക്കുന്ന ജീവന് ഗ്രേറ്റസ്റ്റ് ഹീലിംഗ് ബാം. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധമായി ശാന്തം. മരണം എന്ന് പറയുന്നത് ഒരു ഉറക്കല്ലേ അല്ലേ? രാത്രിയാവുമ്പോ ഉറക്കം വരുമ്പോ ഒരുമാതിരി ഒരു വിളി വരണില്ലേ അല്ലേ? ഉറങ്ങണം. ആ ഉറങ്ങണ സ്റ്റേജ് കാണുമ്പോൾ ഒരു സുഖം തോന്നില്ലേ അല്ലേ? അതുപോലെ ആണ് വാർദ്ധക്യത്തില് മരണത്തിന് വക്കിലെത്തുമ്പോ മരണത്തിനോട് അത്ര പ്രിയം ഉണ്ടാവും അത്ര. ഇപ്പൊ നമുക്ക് അറിയില്ലേ, അത്രയേ ഉള്ളൂ. ഇപ്പൊ ആലോചിക്കുമ്പോൾ മരണത്തിന് ഭയപ്പെടുന്നു. പക്ഷെ മരണത്തിന് അടുത്ത് വരുമ്പോ ഉറങ്ങണതിന് എത്ര ഒരു ആഗ്രഹമുണ്ടോ അതുപോലെ അങ്ങോട്ട് മരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങോട്ട് പോയിട്ട് അതിനകത്ത് പോയി അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് ലയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ അത് ഈശ്വരസ്വരൂപ്പാണ്. മൃത്യു സർവഹരഷ്ടാഹം. ഭഗവാൻ പറയണു, അർജുന, മൃത്യു ഞാനാണെന്നാണ്. മൃത്യു എന്റെ സ്വരൂപമാണ്. അപ്പോ വേദാന്തകൃത് വേദവിദേവചാഹം. വേദം കൊണ്ട് അറിയപ്പെടുന്നവനും വേദം അറിയുന്നവനും. എന്നുവെച്ചാൽ വേദം ആർക്കറിയും എന്ന് വെച്ചാൽ അന്തര്യാമിക്കറിയും. വേദം ഭഗവാൻ അറിയും, വേദം ഈശ്വരൻ അറിയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വേദം നഷ്ടപ്പെട്ടു പോവുകയില്ല. എന്തൊക്കെ മറന്നുപോയാൽ പിന്നെയും വരും. അത് സനാതനമാണ്. ആ സനാതനമായ വേദം വീണ്ടും 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 ആവിർഭവിച്ചുകൊണ്ടേയിരിക്കും ഈ ജീവന്റെ ഉള്ളില്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടമാവാതെ ഇരിക്കുന്ന ശാസ്ത്രമാണ് ഈ വേദം എന്ന് പറയുന്നത്. വേദമും ഞാനാണ്, അറിവൊക്കെ ഞാനാണ്, വേദാന്തകൃത്തും ഞാനാണ്. വേദത്തിനെ അവസാനിപ്പിക്കണവന് ഞാനാണ്. അറിവ് തരുന്നതും ഞാനാണ്, അറിവിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും ഞാനാണ്. വേദാന്തകൃത് വേദവിദേവചാഹം. ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോ വേദം പരിസമാപിച്ചു. വേദത്തിന്റെ ഒക്കെ പ്രയോജനം എന്താ? ആത്മജ്ഞാനാണ്. തന്നെ അറിഞ്ഞു കഴിഞ്ഞവന് പിന്നെ ഒരു അറിവിന്റെയോ ആവശ്യമില്ല. ലൗകികമായോ വൈദികമായോ ഒരു അറിവും ജ്ഞാനിക്ക് ആവശ്യമില്ല. അവന് ആത്മാ തന്നെ വേദം, ആത്മാ തന്നെ അവന്റെ പുസ്തകം, ആത്മാ തന്റെ അറിവിന്റെ ഖനി. അതുകൊണ്ട് വേറെ ഒരു അറിവിന്റെയും ആവശ്യം ജ്ഞാനിക്കില്ല. അവൻ പൂർണ്ണമായിത്തീരുന്നു. വേദൈശ്ച സർവൈഹി അഹമേവ പരമാത്മാ വേദ്യ. വേദം കൊണ്ട് പരമാത്മാവാണ് അറിയപ്പെടേണ്ടത്. വേദാന്താർത്ഥ സമ്പ്രദായകൃത്.
വേദാന്താർത്ഥ സമ്പ്രദായം ഭഗവാൻ എന്ന് വന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാരായണം പത്മഭൂമം വസിഷ്ഠം ശക്തിം തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരം അന്യാനസ്മദ് ഗുരൂന് സന്തതമാനതോസ്മി. ഈ സമ്പ്രദായം അവിച്ഛിന്ന പരമ്പര ഭഗവാനും തുടങ്ങണതാ. ഇതൊക്കെ നമ്മൾ സമ്പ്രദായ ശ്ലോകമായിട്ട് ചൊല്ലണമെങ്കിലും ഇതിനൊക്കെ പ്രമാണം എന്താന്ന് വെച്ചാൽ ജ്ഞാനം ഈശ്വരന്റെ ആണ്. ഗുരു ഈശ്വരനാണ്. സമ്പ്രദായം ഉണ്ടാവുന്നത് ഈശ്വരന്റെ അടുത്തുനിന്നാണ്. നമ്മുടെ ഭഗവാൻ பலஇடத்துலையும் சொல்லியிருக்கார், ஒரு குரு தான் இருக்கார் தட்சிணாமூர்த்தி. அந்த தட்சிணாமூர்த்தி போட்ட வாழை கண்ணு போட்டு வாழையடி வாழைன்னு சொல்ற மாதிரி வந்ததுதான் எல்லா குருவும். அந்த மௌனம் உபதேசம் ஞானம் எல்லாம் அந்த ആദി ഗുരു പൂർവ്വ ഗുരുവോട് தான். സമ്പ്രദായമായിട്ടിരിക്കണം ജ്ഞാനം എന്ന് പറയുന്നത് ഒരേ വിദ്യ. ഈ ജ്ഞാനം ഇറ്റ് ക്യാൻ ബി ഫ്രഷ് ബട്ട് ഇറ്റ് കനോട്ട് ബി ന്യൂ. ദർ ഇസ് നത്തിങ് ന്യൂ. പുതിയതെന്ന് പറഞ്ഞാൽ എന്താ പുതിയ? ഒന്നും പുതിയതില്ല. വെറുതെ പുതിയത് കണ്ടുപിടിച്ചു ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒക്കെ ഇതിനകത്ത് ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പുതിയതൊന്നും കണ്ടുപിടിക്കാനില്ല. ഇവിടെ എല്ലാം ഉണ്ട്. സർവമസ്തിചിത കോശയം. അതിൽ അഭിമാനിക്കാനൊന്നുമില്ല നമുക്ക്. ആ ഉള്ളിലുള്ളത് ആവരണം നീങ്ങി കാണപ്പെടുന്നു. അങ്ങനെ എല്ലാവരുടെയും ഉള്ളില് അന്തര്യാമി രൂപത്തിൽ ഭഗവാൻ ഇരിക്കണു. ആ അന്തര്യാമിയെ അറിയാനാണ് നമ്മളുടെ ഈ ശാസ്ത്രം, ഗീത, ഉപനിഷത്തും ഒക്കെ. അന്തര്യാമി എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയുന്ന അനുഭവ രൂപത്തില് സിദ്ധമായിട്ടുള്ളത്. അതിനെ എങ്ങനെ അറിയും? ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് തന്നെ അറിയണം. ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് തന്നെ അറിയണം. ശ്രദ്ധിക്കണം. ഇതിങ്ങനെ കേട്ടുകഴിഞ്ഞാൽ ഏകാന്തത്തിലിരുന്ന് മന്തവ്യ നിധിധ്യാസിതവ്യ. സത്സംഗത്തിലിരുന്ന് കേട്ടിട്ട് പോയാൽ വിട്ടിട്ട് പോകുന്നില്ല അല്ലേ? ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ വളരെ നന്നായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ട് പോകും. ഇത് ഒരു കലാപരിപാടിയാണോ? അഥവാ നമുക്ക് തമിഴിലാണ് കഥ ரொம்ப நல்லா இருந்தது. நம்ம கதையா சொல்றோம். கதை கேட்டே படிச்சுட்டோம் இல்லையா? கதாங்கிற வார்த்தைக்கு சாஸ்திரத்தில் என்ன அர்த்தம்னா சொல்லப்படுறதுன்னு அர்த்தம். ஸ்டோரின்னு அர்த்தம் இல்லை, சொல்லப்படுறது. பிரம்ம வித்தியும் கதை தான். அந்த அர்த்தத்தில் நம்ம சொல்லலை. பிரம்ம வித்தியும் கதை தான். மகத்தமாந்தர் ஹிருதயாது முகச்சுதோ விதத்ஸ்வ கர்ணாயுதமேஷமே வர. மகான்கள் ஞானிகள் ஹிருதயத்தில் அனுபவிக்கிற விஷயம் இருக்கே, அது முகத்திலேருந்து வெளியில வரபோது அதை அனுபவிக்கிறதுக்கு ஒரு 10,000 காது கொடுன்னு கேட்கிறார் பிருத்து மகாராஜா பாகவதத்துல. அப்ப வேதாந்த வித்யங்கிறது அது சிரவணம் பண்றது ஒரு மகாபாகியம். ஆனா சிரவணம் பண்ணினத்தினால மாத்திரம் கிடைச்சுடாது. കേൾക്കുന്നത് കൊണ്ട് മാത്രം കിട്ടണില്ലല്ലോ അല്ലേ? കേട്ടത് ഏകാന്തത്തിലിരുന്ന് കടയണം. മന്തവ്യ, മനനം ചെയ്യണം. ഏകാന്തത്തിലിരുന്ന് എങ്ങനെ മനനം ചെയ്യും? ഞാൻ ആരാണ്? ഇപ്പൊ ഒക്കെ കേട്ടു, ഞാൻ ശരീരമല്ല എന്ന് പറഞ്ഞു. ഇത് വാസ്തവാണോ എന്ന അനുഭവത്തിൽ വരുത്താൻ നോക്കുക. എന്താ ഈ ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപം എന്താണ്? മരിച്ചുപോയി, ശരീരം മരിച്ചുപോകും. ഇതൊന്ന് അന്യമായിട്ട് അഹമഹം എന്ന അനുഭവം ഉണ്ടല്ലോ. അതെന്താണ്? അത് നമുക്ക് അത് ഇപ്പൊ ഭഗവാൻ പറഞ്ഞല്ലോ, മത്തസ്മൃതി ജ്ഞാനം അപോഹനം ച. ഞാനാണ് നിനക്ക് ആ അറിവ് പ്രകാശിപ്പിക്കേണ്ടത്. അപ്പൊ ഭഗവാൻ ഉള്ളിൽ നിന്ന് അന്തര്യാമി പ്രകാശിപ്പിക്കണ വരെ ഉള്ളില് മുട്ടിക്കൊണ്ടേയിരിക്കണം. എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയാം. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് കാണിച്ചു തരാൻ പ്രാർത്ഥിച്ചിട്ട് നിശ്ചലമായിട്ട് ഗുരുവായൂർ നട തുറക്കാനായിട്ട് കാത്തുകൊണ്ടിരിക്കണ പോലെ കാത്തുകൊണ്ടിരിക്കാം.
ശ്രീകോവിൽ അടച്ചാല് നട തുറക്കാൻ എങ്ങനെ കാത്തോണ്ടിരിക്കുവോ അതുപോലെ നിശ്ചലമായിട്ടിരിക്കാം. ഈശ്വരന്റെ അടുത്ത് പറയാ, എനിക്ക് ഈ അന്തര്യാമിയുടെ സ്വരൂപം അറിയണം എന്ന് പ്രാർത്ഥിച്ചിട്ട് മിണ്ടാതിരിക്കാം. മിണ്ടാതിരിക്കുമ്പോ പതുക്കെ ഇറ്റ് വിൽ റിവീൽ ഇറ്റ്സ് സെൽഫ്. ജ്ഞാനമാർഗം എന്ന് പറയുന്നതാണ്. ജ്ഞാനമാർഗം എന്താ? അഹങ്കാരത്തിന്റെ സ്വരൂപത്തിനെ, ഞാൻ എന്ന അനുഭവത്തിന്റെ സ്വരൂപത്തിനെ ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്ന് പറയുന്നത് നശ്വരമായൊരു ഞാനുണ്ട്, അനശ്വരമായൊരു ഞാനുണ്ട്. നശ്വരമായ ഞാനാണ് ഈ ഈഗോ എന്ന് പറയുന്നത്, അഹങ്കാരം, ക്ഷരം. അനശ്വരമായ ഞാനാണ് അക്ഷരം. ഈ അനശ്വരമായ ഞാനിനെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ അത് അവസാനം അത് ഞാനല്ല, അത് ഈശ്വരനാണ്, നാരായണനാണ്, ഭഗവാനാണ്. അവിടെ ഞാനേ ഇല്ല, ഈശ്വരനേ ഉള്ളൂ എന്ന അനുഭവം വരുമ്പോ അത് പുരുഷോത്തമനാണ്. ഇനി ഭഗവാൻ 3 കാര്യം, ക്ഷരം, അക്ഷരം, പുരുഷോത്തമൻ എന്ന് പറഞ്ഞു. ക്ഷരം ഈ ശരീരത്തിനോട് സംബന്ധപ്പെട്ട്, മനസ്സിനോട് സംബന്ധപ്പെട്ടിരിക്കുന്ന അഹങ്കാരം. കാരം അല്ലേ? അഹങ്കാരം എന്നാണല്ലോ പറയുന്നത്. തമിഴിലെ കാരംனா നല്ല എരിവ്. அதனால்தான் எரியறது உள்ளேலாம். ஏன் இவ்வளவு எரியறதுன்னா அகங்காரம். கர்த்திருவம், போக்திருத்வம், அகங்காரம். அந்த அகங்காரத்துக்கு தான் க்ஷரபுருஷன் பேரு. நஸ்வர புருஷன். இவன் அவன் சொல்ற இந்த ஜென்மாவோட போச்சு இல்லையா? போன ஜென்மாவில் நம்ம யாரா இருந்தோம் ஒன்றும் தெரியலையே. நம்ம இந்த ஜென்மாவில் என்னெல்லாமோ நான் இதாக்கும் அதாக்கும் மாற தட்டிக்கிறோம். தன்னை அறியாரடி கிளியே சந்தேக ஜீவரடி என்னென்னமோ அறிய எட்டி குதிப்பாரடி தன்னை அறியாரடி கிளியே சந்தேக ஜீவரடி. என்னென்னமோ அறியறதுக்கு இருக்கிற குதிக்கிறோம், நம்ம ஸ்வரூபம் தெரியல. இந்த அகங்காரத்தையே நாம நினைச்சுட்டு இருக்கோம். அந்த நான் இருக்கோலி பர்சனாலிட்டி, டெவலப்டு பர்சனாலிட்டி. கீதா 4 பர்சனாலிட்டி டெவலப்மெண்ட். அந்த பர்சனாலிட்டி நம்ம ஸ்வரூபம் இல்லை. ஆனா அதுவும் நமக்கு வேர்ல்டில் அதுதான் நம்ம സ്വരൂപം. ലോകത്തില് നമ്മൾ ക്ഷരപുരുഷൻ പേഴ്സണാലിറ്റി ആണല്ലോ. ഞാൻ ഇതാണ് അതാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, സമൂഹത്തിൽ വലിയ ആളാണ്, ഇതാണ് അതാണെന്നുള്ളതൊക്കെ ഈ ക്ഷരപുരുഷൻ. ഐഡന്റിറ്റി, ഇമേജ്, അത് നമ്മളുടെ ഉള്ളിൽ ഒന്നുണ്ട്, സമൂഹം നമുക്ക് തരുന്നതുണ്ട്, ഒക്കെ ഉണ്ട്. ഈ ക്ഷരപുരുഷൻ അതാണ് സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നത്. 2 കിളികളെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഒരു വൃക്ഷത്തിലിരിക്കണ ദ്വാ സുപർണ സയുജ സഖായ, അതിൽ ഈ ക്ഷരപുരുഷൻ ഒരു കിളി. അക്ഷരപുരുഷൻ സാക്ഷി മാത്രം. വാസ്തവത്തിൽ അത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഭഗവാൻ ഇവിടെ പറഞ്ഞു നോക്കൂ, ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ അഥ അധുനാ തസ്യേവ ക്ഷരാക്ഷരോപാധി പ്രവിഭക്തതയാ നിരുപാധികസ്യ കേവലസ്യ സ്വരൂപനിർദ്ദിധാരയിഷയാ ഉത്തരശ്ലോകാഃ ആരഭ്യന്തെ. തത്ര സർവം ഏവ അതീതാനാഗതാനന്തരാധ്യായാർത്ഥജാതം
ത്രിധാരാശീകൃത്യ ആഹാ. ഭാഷ്യക്കാരൻ പറഞ്ഞു, ഇതിനു മുമ്പുള്ള കാര്യങ്ങളെയൊക്കെ മൂന്നായി പിരിച്ചു പറയണു. അധ്യായങ്ങൾ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ മൂന്നായിട്ട് പിരിച്ചിവിടെ പറയാണ്. ദ്വാവിമൗ പുരുഷൗ ലോകെ, ഇമൗ പുരുഷൗ ദ്വൗ രാശീകൃതൗ, എന്നുവെച്ചാൽ സെഗ്രിഗേറ്റ് ചെയ്തു, കൂട്ടി നിർത്തി. രാശീകൃതൗ അങ്ങനെ പേര് പറഞ്ഞു നിർദ്ദേശിക്കുകയാണ്. സംസാരേ ക്ഷരഃ ച അക്ഷരഃ ച. ക്ഷരതി ഇതി ക്ഷരഃ വിനാശി, നക്ഷരതി ഇതി അക്ഷരഃ അവിനാശി. അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് എന്നർത്ഥം. നശിക്കുന്നത് ക്ഷരഃ. അക്ഷരനാരാണ്? ഭഗവതോ മായാശക്തി ചരാഖ്യസ്യ പുരുഷസ്യ ഉത്പത്തി ബീജം അനേക സംസാരി ജന്തു കർമാദി സംസ്കാരാശ്രയ അക്ഷരഃ പുരുഷ. നമ്മൾ ജീവൻ എന്ന് പറയുന്നതുണ്ടല്ലോ, ചൈതന്യം, അതിലാണ് ഈ ക്ഷരം ഉണ്ടാവുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്. ക്ഷരം നശ്വരം, അക്ഷരം ചൈതന്യം. സകല സംസ്കാരങ്ങൾക്കും ആശ്രയമായിട്ടുള്ള ഇതിനകത്തുള്ള കോൺഷ്യസ്നസ്. അനേക സംസാരി ജന്തു കാമകർമാദി സംസ്കാര ആശ്രയ. നമ്മുടെ കാമന, കർമ്മം, ഇതിനൊക്കെ ആശ്രയം. നമ്മളെ ക്ഷരപുരുഷനായി കരുതികൊണ്ടാണ് നമ്മൾ പാപികളെന്ന് പറയുന്നത്. അക്ഷരപുരുഷൻ ജീവൻ. ഇതിനപ്പുറം ഇനിയും പോവാൻ പോണു ഭഗവാൻ. കൗ തൗ പുരുഷൗ ക്ഷരഃ സർവാണി ഭൂതാനി. എല്ലാവരും ക്ഷരപുരുഷന്മാരാണ്. ഈ കാണപ്പെടുന്ന നാമരൂപ ശരീരാദികളോടുകൂടി ഇരിക്കുന്നതൊക്കെ നശ്വരം. ഇതിനകത്തിരിക്കുന്നതുണ്ടല്ലോ കൂടസ്ഥ. കൂടെന്ന് വെച്ചാൽ തന്നെ ശരീരം എന്നാണ് അർത്ഥം. കൂടം എന്ന് വെച്ചാൽ അനേക കൽമഷങ്ങളോടുകൂടി ചേർന്നിരിക്കുന്നത് എന്നർത്ഥം. അത് കൂടം. நம்ம பழைய வீடுகளில் கூடம் சொல்லுவோம். தாழ்வாரம், கூடம், நெழி, கொட்டுக்கூடம், கோம்பரை, மச்சுக்குள்ளு, இல்லையா? எல்லாம் இப்ப இருக்கிறவாள் சொன்னாலே தெரியாது, இல்லையா? தாழ்வாரம், கூடம். அதுல கூடங்கிறது இருட்டா இருக்குமோ இல்லையோ? தாழ்வாரம்னா முத்தம் இருக்கும், நடுமுத்தம் இருக்கிறதுனா உள்ளேருந்து வெளிச்சம் வரும். இந்த கூடங்கிறது ஒரே கூடா இருட்டா இருக்கும். அதுக்கு கூடம்னு ஏன் பேருனா ஒரே இருட்டு. அதுக்குள்ள அங்க அது அப்படி இருக்கணும். அப்பதான் இந்த வெயில், இந்த ஹீட்டுக்கெல்லாம் இருக்கும் இல்லையோ, நிறைய மரத்தை போட்டு அப்படி பண்ணி இருட்டா பண்ணியிருந்தா அந்த மரத்துல இஃபெக்ட் வந்து இந்த சூடோட எஃபெக்ட் இருக்க. மரம் தான் வேணும், சிமெண்ட் இரும்பெல்லாம் இருக்கப்படாதான். அப்படிதான் அதுக்கு கூடம்னு பேரு. அந்த கூடத்துக்குள்ள இருக்கிறது கூடஸ்தா. நம்ம கூடத்துக்குள்ள போய் படுத்துட்டு விட்டா கூடஸ்தன் ஆயிடும். அந்தரிய ஹிருதயத்துக்கு கூடம்னு பேரு. ശരീരാന്തര്യാമി, അന്തർവർത്തിയായി ജീവന് കൂടസ്ഥൻ എന്ന് പേര്. ഇതിന് കൂടം, ശരീരം തന്നെ കൂടമാണ്, അന്തഃകരണം കൂടമാണ്. എന്തുകൊണ്ടാണ് അന്തഃകരണത്തിന് കൂടം എന്ന് പേര്? കൂടോ രാശി, കൂടോ മായ, ആവരണം, അജ്ഞാനം എന്ന് പേര്. കൂടം എന്ന് വെച്ചാൽ ആവരണം, അജ്ഞാനം. ഈ അജ്ഞാനം കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൂടസ്ഥൻ. ആ ആവരണം മാറാത്തത് കൊണ്ട് അതിന്റെ സ്വരൂപം അറിയണില്ല. അതുകൊണ്ട് കൂടത്തിന്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് കൂടസ്ഥൻ. നമുക്കറിയില്ല അല്ലെ? ഹിജൻ, ഈ ഉപാധിക്കുള്ളിലെ അശുദ്ധികൾക്കുള്ളില് മറഞ്ഞിരിക്കുകയാണ്, വിരജമല്ല. അതുകൊണ്ട് കൂടസ്ഥൻ എന്ന് പേര്. അനേക മായാദിപ്രകാരേണ സ്ഥിത കൂടസ്ഥ. അതുകൊണ്ട് ആ കൂടസ്ഥനായി ഉള്ളിലിരിക്കണവനുണ്ടല്ലോ, അവന് അക്ഷരൻ, അവൻ നശിക്കണില്ല. ചൈതന്യമാണ്, പക്ഷെ ചൈതന്യം എന്തൊക്കെയോ ഉപാധികളെയൊക്കെ കൂട്ടിപ്പിടിച്ച് ജീവനായിട്ടിരിക്കുകയാണ്. ഇയാളാണ് സംസരതി, വേറെ 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 ജന്മങ്ങളിലേക്കൊക്കെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോണത്. ഈ കൂടസ്ഥൻ തന്നെ ശുദ്ധമായ ഉപാധിയിലുള്ള കളങ്കമൊക്കെ പോയാൽ ചൈതന്യമാത്രമായി പ്രകാശിച്ചാൽ ഉത്തമ പുരുഷൻ എന്ന് പേര്. നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ. ആഭ്യാം ക്ഷരാക്ഷരാഭ്യാം വിലക്ഷണ. ക്ഷരാക്ഷരോപാധിദ്വയദോഷേണ അസംസ്പൃഷ്ട. നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ.
നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായ പുരുഷോത്തമനെ ഉപനിഷത് ബ്രഹ്മം എന്ന് പറയുന്നു. അത് ശുദ്ധ ചൈതന്യം. സർവോപാധി വിനിർമുക്ത ചൈതന്യായൈ നമോ നമഃ. സർവോപാധി വിനിർമുക്ത ചൈതന്യം, ഉപാധിയുടെ ദോഷമൊന്നുമില്ലാതെ, അത് ക്ഷരപുരുഷനുമല്ല അക്ഷരപുരുഷനുമല്ല, പുരുഷോത്തമൻ. അതിനെയാണ് വേദം പുരുഷൻ എന്ന് പറയുന്നത്. ഭഗവാൻ എന്ന് നമ്മൾ പറയണതിന് വേദം പുരുഷൻ. പുരുഷയേ വേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം ഏതദ്യോ വേദ നിഹിതം ഗുഹായാം സോ വിദ്യാഗ്രന്ഥിം വികരതീഹ സൗമ്യ. ഇവിടെ കാണുന്നതൊക്കെ ആ പരമപുരുഷൻ തന്നെ, ഉത്തമ പുരുഷൻ എന്ന് പേര് അല്ലേ. സംസ്കൃതത്തില് ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി. ഇംഗ്ലീഷ് ഭാഷ ലോകവ്യവഹാര ഭാഷയാണ്. അതുകൊണ്ട് നമ്മളുടെ രീതിയാണത് അല്ലേ. എവിടെ പോവാണെങ്കിലും ഞാനാണല്ലോ ഫസ്റ്റ് പേഴ്സൺ അല്ലേ. ബസ്സിൽ കയറിയിരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം, എവിടെ പോവാണെങ്കിൽ ഞാൻ മുമ്പില്, ഗുരുവായൂർ ദർശനത്തിന് പോയാലും ഞാൻ മുമ്പില്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ്. ആത്മനസ്തു കാമായ സർവം പ്രിയം പറയും. സംസ്കൃതത്തില് ഫസ്റ്റ് പേഴ്സൺ ഹി ആണ്, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഐ. അതില് പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, തൃതീയ പുരുഷനല്ല ഉത്തമ പുരുഷ. എപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് പേഴ്സൺ, നിങ്ങളുമായി സംബന്ധമേ ഇല്ലാത്ത ആള് നിങ്ങൾക്ക് ഫസ്റ്റ് പേഴ്സൺ ആവണം. നമ്മൾക്ക് ലൗകിക വ്യവഹാരം ഇംഗ്ലീഷാണ്. ഞാൻ ആദ്യം, പിന്നെ എന്റെ ആളുകൾ, അത് കഴിഞ്ഞിട്ട് എനിക്ക് സംബന്ധമില്ലാത്ത ആളുകൾ. ഒബ്ജക്ട്, റിലേറ്റീവ് ഒബ്ജക്ട്, റിലേറ്റഡ് ഒബ്ജക്ട് ആൻഡ് സബ്ജക്ട്. അങ്ങനെ ഇത് സബ്ജക്ട്, റിലേറ്റഡ് ഒബ്ജക്ട്, ഒബ്ജക്ട്. സംസ്കൃതത്തിൽ ഒബ്ജക്റ്റാണ് ഫസ്റ്റ്. അപ്പൊ എന്റെ അഭിമാനത്തിനെ ദൃശ്യത്തിൽ കൊണ്ടുവച്ചു. അഭിമാനം അവിടെ ഉപേക്ഷിച്ചു മറ്റുള്ളവർക്ക്. രണ്ടാമത് നിങ്ങള് രണ്ടാമതാണ്, ഞാൻ ഇല്ല. അപ്പൊ ഞാൻ എന്നുള്ള ക്ഷരപുരുഷൻ ഇല്ലെങ്കിലല്ലേ അങ്ങനെ വ്യവഹരിക്കാൻ പറ്റുള്ളൂ അല്ലേ. വ്യാകരണത്തിലെ അങ്ങനെയാണ്. വ്യാകരണക്കാർ പറഞ്ഞു, നിങ്ങൾക്കെപ്പോ മുൻതൂക്കം മൂന്നാമതൊരാൾക്കും രണ്ടാമതൊരാൾക്കുമായി നിങ്ങൾ അവസാനത്തിലിരുന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതായിട്ട് തീരും. കാരണം നിങ്ങളുടെ അഹങ്കാരം നിൽക്കണമെങ്കിൽ നിങ്ങൾ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ അഹങ്കാരത്തിനെ അങ്ങോട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ക്ഷരപുരുഷനെ അങ്ങോട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ജീവനൊന്നും ഉണ്ടാവില്ല, ഉത്തമ പുരുഷനെ ഉണ്ടാവുള്ളൂ. ഉത്തമ പുരുഷൻ നാരായണനാണ്. അപ്പൊ നിങ്ങളല്ല. ഉത്തമ പുരുഷ സ്വന്യഃ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയം ആവശ്യ വിവർത്തി അവ്യയ ഈശ്വര. ഈശ്വരൻ തന്നെയാണ്. ഭൂർഭുവസ്വർ മുതലായ ലോകങ്ങളും ജാഗ്രത സ്വപ്ന സുഷുപ്തിയാദി അവസ്ഥകളും ഒക്കെ മാറാതെ നിൽക്കുന്ന പുരുഷോത്തമൻ, സുഷുപ്തി അവസ്ഥയിലും വേദ്യമായിട്ടിരിക്കുന്ന സംപ്രസാദൻ. ആ സംപ്രസാദനെയാണ് ഉപനിഷത്ത് പുരുഷോത്തമൻ എന്നൊക്കെ ബൃഹദാരണ്യകത്തിലൊക്കെ പറയുന്നുണ്ട്. ആ സംപ്രസാദനുണ്ടല്ലോ, ആ പുരുഷോത്തമനെ നിങ്ങള് ഉപാധി സംബന്ധമില്ലാത്ത ഭഗവത് സ്വരൂപത്തിനെ സാക്ഷാത്തായിട്ട് അറിയും. ഇത് അവസാനത്തെ വിഷയമാണ്. നാളെ നമ്മൾ കാണാം. പുരുഷോത്തമ യോഗം എന്നാണല്ലോ പേര് അല്ലേ. അപ്പൊ ഈ പുരുഷോത്തമ ലക്ഷണവും ആ ഭഗവത് സാക്ഷാത്കാര മാർഗവും നാളെ നമ്മൾ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.